നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ചാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ് എങ്ങനെ ഉണ്ടാകും? ആർക്കൊക്കെ സ്ട്രെസ് ഉണ്ടാകും? ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്ട്രെസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്നതല്ല. നമ്മൾ ഒരു സിറ്റുവേഷനെ, ഒരു സാഹചര്യത്തെ മാനസികമായി നമ്മൾ എങ്ങനെ വിലയിരുത്തുന്നു? ആ മാനസികമായി വിലയിരുത്തുമ്പോൾ നമ്മുടെ പെർസെപ്ഷൻ, നമ്മൾ കാണുന്ന സംഗതി പെർസെപ്ഷൻ. നമ്മൾ എങ്ങനെ അതിനെ വിലയിരുത്തുന്നു? ആ വിലയിരുത്തുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ പ്രതികരണമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം സ്ട്രെസ്സിനെ ഏത് സാഹചര്യത്തിലും നമ്മൾ സ്ട്രെസ്സിനെ നമ്മൾ വിലയിരുത്തി അത് സ്ട്രെസ്സാണ് എന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ അത് സ്ട്രെസ്സായിട്ട് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഇല്ലാത്തതിന് സ്ട്രെസ്സായിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ സ്ട്രെസ്സ് ഏത് സാഹചര്യം നമ്മൾ ഇത് പ്രത്യേകം പറയുന്ന എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും എല്ലാവരും ചോദിക്കും സ്ട്രെസ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് വരുന്നത്, ഏതാണെന്ന് പറയും. അപ്പൊ ആർക്കൊക്കെ സ്ട്രെസ് വരും, ആ സ്ട്രെസ് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും, അത് പറയുന്നത് കൊണ്ടാണ് അതിനെ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്. അപ്പം സ്ട്രെസ് നമുക്ക് ഉണ്ടെന്ന് ഒരു സാഹചര്യത്തിൽ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ എനിക്ക് ആ സിറ്റുവേഷൻ എനിക്ക് ടാക്സിങ് ആയിട്ട് തോന്നുമ്പോഴാണ് നമുക്കിതിനെ സ്ട്രെസ്സായിട്ട് നമ്മൾ കണക്കാക്കുക. ഏതൊക്കെ തരത്തിൽ ആൾക്കാർക്കാണ് അത് സ്ട്രെസ് പ്രോൺനെസ് എന്ന് പറയും. സ്ട്രെസ് വരാവുന്ന സാഹചര്യങ്ങൾ ആൾക്കാർക്ക് ടൈപ്പ് എ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ. ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ആൾക്കാരുടെ അവർ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉള്ള ആൾക്കാരായിരിക്കും. നമ്മൾ യുങ്ങിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ടൈപ്പ് എ ആൻഡ് ബി ക്ലാസിഫിക്കേഷൻ, ഇൻട്രോവേർട്സ് ആൻഡ് എക്സ്ട്രോവേർട്ട്. അതുപോലെ തന്നെ ടൈപ്പ് എ പേഴ്സണാലിറ്റി സ്റ്റാറ്റസ് ഇൻസെക്യൂരിറ്റി, അതായത് നമുക്ക് ജീവിതത്തിൽ ഒരു സെക്യൂരിറ്റി തോന്നാത്ത അവസ്ഥ, അങ്ങനെയുള്ളത്. പിന്നെ അർജൻസി ഓഫ് ടൈം, എല്ലാത്തിനും അവർക്ക് ഭയങ്കര അർജൻസി ആയിരിക്കും. എല്ലാം ഭയങ്കര തിരക്ക് പിടിച്ച കാര്യങ്ങൾ. അർജൻസി ഓഫ് ടൈം എന്ന് വെച്ചാൽ തിരക്ക് പിടിച്ച കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് സ്ട്രെസ് ഉണ്ടാകും. അതേ പേഴ്സണാലിറ്റി ഹൈപ്പർ അഗ്രസീവ്നെസ്, ഭയങ്കര അഗ്രസീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ. ഇത് പെട്ടെന്ന് ചെയ്യണം, അത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഫ്രീ ഫ്ലോട്ടിംഗ് ഓസിലിറ്റി, എല്ലാത്തിനും ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യുന്നത്, അങ്ങനെയുള്ള ആൾക്കാർക്ക്. പിന്നെ നമ്മൾ വരുന്നത് സെൽഫ് ഡിസ്ട്രക്റ്റീവ് പേഴ്സണാലിറ്റി. അപ്പം നമ്മൾ എപ്പോഴും എന്ത് കാര്യത്തിലും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, നമ്മളെ തന്നെ പറയുന്ന അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് സ്ട്രെസ് ഡിസ്ട്രക്റ്റീവ് പേഴ്സണാലിറ്റി. അപ്പോൾ ടൈപ്പ് പേഴ്സണാലിറ്റിയുടെ സ്വഭാവങ്ങളാണ് ഇതൊക്കെ പറഞ്ഞത്. ഇൻസെക്യൂരിറ്റി ആയിരിക്കും അവർക്ക് ജീവിതത്തിൽ, അർജൻസി ഓഫ് ടൈം എപ്പോഴും ഉണ്ടാകും, അഗ്രസീവ്നെസ് ഉണ്ടാവും, ഫ്ലോട്ടിംഗ് ഹോസ്റ്റിലിറ്റി എന്ന് പറഞ്ഞതാണ് ടുവേഴ്സ് സെൽഫ് ഡിസ്ട്രക്ഷൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ടൈപ്പ് എ പേഴ്സണാലിറ്റി നമ്മൾ പറയുന്നത്. ടൈ ആ ഹോസ്റ്റിലിറ്റി എന്നതിൻ്റെ ഇറിറ്റബിലിറ്റി അങ്ങനെ ഉണ്ടാകുന്ന ആൾക്കാരാണ് പറയുന്നത്. പിന്നെ നമ്മൾക്ക് പെർഫെക്ഷനിസം, എല്ലാ കാര്യവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്നത് ഒരു കണക്കിന് നല്ലതാണ്. ആ പെർഫെക്ഷനിസം കൂടുമ്പോൾ, അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒബ്സഷനിലേക്ക് പോകും. ആ ഒബ്സഷൻ വരുന്ന ആൾക്കാർക്കാണ് നമുക്ക് സാധാരണഗതിയിൽ സ്ട്രെസ് ഉണ്ടാകുക. പിന്നെ പ്രൊക്കാസിനേഷൻ എന്ന് വെച്ചാൽ മാറ്റി വെക്കുക. ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ അടുത്ത സമയത്തേക്ക് മാറ്റി വെക്കുക. അങ്ങനെയുള്ള ആൾക്കാരെ പ്രൊക്കാസിനേഷൻ എന്ന് പറയുന്നത്. അപ്പം ഏത് സംഗതികൾ ചെയ്യുമ്പോൾ അത് മാറ്റി മാറ്റി വെക്കുന്ന ആൾക്കാരെ പ്രൊക്കാസിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ ലേൺഡ് ഹെൽപ്നെസ് ആൻഡ് ലേൺഡ് പെസിമിസം. ഈ ഇങ്ങനെയുള്ളത് ഉള്ളത് ഹെൽപ്നെസ്നെസ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എന്നെ കൊണ്ടൊന്നും കഴിയുന്നില്ല, അല്ലെങ്കിൽ പെസിമിസം, എല്ലാത്തിനും നെഗറ്റീവായിട്ട് കാണുക, അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്ട്രെസ് കൂടും. പേഴ്സണലൈസേഷൻ പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുക. പെർമനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മളെ ചുറ്റിപ്പറ്റി കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇനി മോഡറേറ്റ് ഓഫ് സ്ട്രെസ്, സ്ട്രെസ് മോഡറേറ്റ് ചെയ്യുന്ന, അതിനെ മോഡറേറ്റ് ചെയ്യുന്ന നിയന്ത്രിക്കുന്ന ചില സംഗതികളുണ്ട്. സ്ട്രെസ് നിയന്ത്രിക്കുന്ന ചില കാര്യങ്ങൾ, അതിന് LOC. ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുകയാണ്. അതായത് വരുന്ന കാര്യങ്ങൾ എല്ലാം എന്നെ ബേസ് ചെയ്തിട്ട് നിൽക്കുന്നതാണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇത് സംഭവിച്ച കാര്യങ്ങൾ സംഭവിച്ച പോലെ തന്നെ ഇരിക്കട്ടെ, അല്ലെ അത് അങ്ങനെ തന്നെയാണ് ഇരിക്കട്ടെ, അങ്ങനെയുള്ളത് LOC എന്ന് പറഞ്ഞത്, ലോക്കസ് ഓഫ് കൺട്രോൾ. പിന്നെ ഹാർഡ്നെസ്, അത് വരുന്നത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർ, അത് അങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ, അല്ലെ അത് അങ്ങനെ സംഭവിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ. അപ്പം ലോക്കസ് ഓഫ് കൺട്രോൾ, ഇത് എന്നെ ബേസ് ചെയ്തിട്ട് എല്ലാം സംഭവിക്കുന്നത് എൻ്റേത് കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക്, അത് മോഡറേറ്റേഴ്സ് ആണ്. അത് മോഡറേറ്റ് എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്ട്രെസ് ഉണ്ടാകാതിരിക്കാൻ ചിലപ്പോൾ. ഹാർഡ്നെസ്, സംഭവിച്ചെല്ലാം അങ്ങനെ ആയിക്കോട്ടെ എന്ന്. പിന്നെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ സോഷ്യൽ സപ്പോർട്ട് വാങ്ങിക്കാം, സൊസൈറ്റിയിൽ നിന്ന് സപ്പോർട്ട്, അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക്
സ്ട്രെസ് അധികം ഉണ്ടാവില്ല. പിന്നെ ഓപ്റ്റിമിസം ആൻഡ് പെസിമിസം. ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ, ഓപ്റ്റിമിസ്റ്റ് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് സംഭവിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കുന്ന ആൾക്കാർ, അവർക്ക് സ്ട്രെസ് കുറവായിരിക്കും. പക്ഷെ പെസിമിസം ഉള്ള ആൾക്കാർക്ക് സ്ട്രെസ് കൂടുതലായിരിക്കും. പിന്നെ ജെൻഡർ ആൻഡ് കൾച്ചർ പറയുന്നുണ്ട്. ജെൻഡർ അനുസരിച്ച് സാധാരണഗതിയിൽ നമ്മൾ കൂടുതൽ ജെൻഡർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് പെൺകുട്ടികൾ അവരുടെ വികാരങ്ങൾ കണ്ടമാന ആൾക്കാർ ഷെയർ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് സ്ട്രെസ് ഉണ്ടാകാറില്ല. കൾച്ചർ, സാമൂഹികമായ കാര്യങ്ങൾ. അപ്പം ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്ന എന്നെ ബേസ് ചെയ്ത്, എന്നെ അടിസ്ഥാനമാക്കി എന്ന് ചിന്തിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ട്രെസ് കുറവായിരിക്കും. ഹാർഡ്നെസ്, അങ്ങനെ സംഭവിച്ചോട്ടെ, അതിനെക്കുറിച്ച് എന്താ സംഗതി എന്ന് ചിന്തിക്കുന്ന സോഷ്യൽ സപ്പോർട്ട്, സമൂഹത്തിൽ നിന്ന് സപ്പോർട്ട് നേരിടുന്ന ആൾക്കാർ. പിന്നെ ഓപ്റ്റിമിസം ഉള്ള ആൾക്കാർക്ക് സ്ട്രെസ് കുറവായിരിക്കും. പെസിമിസം ഉള്ള ആൾക്കാർക്ക് സ്ട്രെസ് കൂടുതലായിരിക്കും. ജെൻഡർ പറയുന്നുണ്ട്, ജെൻഡർ ആൻഡ് കൾച്ചർ സാധാരണഗതിയിൽ പറയുന്ന സ്ത്രീകൾക്ക് സ്ട്രെസ് കുറവാകാം. നമ്മൾ പറയുന്ന സ്ത്രീകൾക്ക് സ്ട്രെസ് കൊടുക്കാൻ അവർ കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് സ്ട്രെസ് കുറവാണ് എന്നാണ് പറയുന്നത്. അപ്പം ജെൻഡർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ആൾക്കാർക്ക്, പിന്നെ ചില സാമൂഹികമായ കൾച്ചർ, ചില സാമൂഹിക കാഴ്ചപ്പാടുകളുള്ള ആൾക്കാർക്ക് നമുക്ക് സ്ട്രെസ് കുറവാണ്. അപ്പം മോഡറേറ്റ് സ്ട്രെസ്സിനെ നിയന്ത്രിക്കുന്ന ചിലത് LOC, ഇത് നമ്മൾ ബുക്കിനകത്ത് വ്യക്തമായിട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. LOC, ഹാർഡ്നെസ്, സോഷ്യൽ സപ്പോർട്ട്, ഓപ്റ്റിമിസം, പെസിമിസം. ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും നന്നായി സംഭവിക്കുന്നു ചിന്തിക്കുന്ന ആൾക്കാർക്ക് അത് സ്ട്രെസ് കുറവായിരിക്കും. ദെൻ എഫക്ട് ഓഫ് സ്ട്രെസ് ഓൺ പെർഫോമൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. സർട്ടൻ ലെവൽ വരെ സ്ട്രെസ് എന്ന് പറയുന്ന പെർഫോമൻസിന് ഗുണമായിട്ട് ബാധിക്കും. പ്രൊഡക്ടിവിറ്റി നന്നായിരിക്കും. ഒരു ലെവല് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ട്രെസ്സും മിനിമം ലെവലിൽ സ്ട്രെസ് എന്ന് പറയുന്നത്, നമ്മൾ സ്ട്രെസ് പറയാറുണ്ട്. സ്ട്രെസ് പല രീതിയിലുണ്ട്. പോസിറ്റീവ് സ്ട്രെസ്, നെഗറ്റീവ് സ്ട്രെസ്, ഡിസ്ട്രെസ്, ദെൻ ഹൈപ്പർ സ്ട്രെസ്, ഹൈപ്പോ സ്ട്രെസ്. അപ്പം ഒരു ലെവല് വരെ സ്ട്രെസ്സിനെ പ്രൊഡക്ടിവിറ്റി കൂടുന്നതായിട്ടാണ് കാണിക്കുന്നത്, പെർഫോമൻസ് നന്നായിരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഒരു ലെവല് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നെഗറ്റീവായിട്ട് ബാധിക്കും. എഫക്ട് സ്ട്രെസ് ഓൺ റിലേഷൻഷിപ്പിൽ സ്ട്രെസ് നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ സ്ട്രെസ് കൂടുന്ന സമയത്ത് സ്ട്രെസ് ഉള്ള ആൾക്കാരുമായിട്ട് മറ്റുള്ള റിലേഷൻഷിപ്പ് വളരെ നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത്. അപ്പം സ്ട്രെസ് ഒരു ലെവല് വരെ പെർഫോമൻസിനെ ഗുണകരമായിരിക്കും. ഒരു ലെവല് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പെർഫോമൻസിന് പ്രൊഡക്ടിവിറ്റിയും ഉൽപാദനത്തെയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ തീരുമാനത്തെയും അത് നെഗറ്റീവായിട്ട് ബാധിക്കും. റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചുള്ള റിലേഷൻഷിപ്പിന് ചിലത് പോസിറ്റീവായിട്ട്, സാധാരണഗതി നെഗറ്റീവായിട്ടാണ് സ്ട്രെസ്സിനെ ബാധിക്കുന്നത് കാണുന്നത്. ഇനി നമ്മൾ സ്ട്രെസ്സും കോപ്പിങ്, സ്ട്രെസ് കോപ്പി ചെയ്താൽ ഒരിക്കലും സ്ട്രെസ് ഇല്ലാത്തൊരവസ്ഥയില്ല. ഏത് ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ സ്ട്രെസ് ഉണ്ട്, റെസിലിയൻസ് നമ്മൾ പറയും. അതായത് സ്ട്രെസ് ഉണ്ടാകുന്ന സിറ്റുവേഷനുകൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക, ആ സ്ട്രെസ്സുമായിട്ട് കോപ്പി ചെയ്ത് നമ്മൾ ജീവിക്കുക. അപ്പോൾ റെസിലിയൻസ് ആണ്. അതായത് സ്ട്രെസ് ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ അല്ലെങ്കിൽ പ്രശ്നമുണ്ടാകുന്ന സിറ്റുവേഷനിൽ ആ സിറ്റുവേഷനുമായിട്ട് ചേർന്ന് നമ്മൾ മുമ്പോട്ട് പോകുന്നതിന് റെസിലിയൻസ് എന്ന് പറയുന്നത്. അപ്പം സ്ട്രെസ് സൈക്കിൾ ഉണ്ട്. സ്ട്രെസ് സൈക്കിൾ ഞാൻ ബുക്കിനകത്ത് പ്രിന്റ് എഴുതിയിട്ടില്ല. ആ സ്ട്രെസ് സൈക്കിൾ എന്ന് പറയുന്നത് എന്താണെന്ന്, ഒരു സ്ട്രെസ്സർ ഉണ്ടാകും. സ്ട്രെസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു സ്ട്രെസ്സർ ഉണ്ടാകുക. ആ സ്ട്രെസ്സർ ഉണ്ടാകുമ്പോൾ ആ റിയാക്ഷൻ ടു സ്ട്രെസ്, അതിന് നമുക്ക് റിയാക്ഷൻ ഉണ്ടാകും. എന്തെങ്കിലും നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് റിയാക്ഷൻ ഉണ്ടാകും. ആ റിയാക്ഷൻ ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിയാക്ഷൻ കൊണ്ട് വെയർ ആൻഡ് ടയർ ഇൻ ദ ബോഡി ആൻഡ് ഓർഗൻ, നമ്മുടെ ശരീരത്തിൽ കുറെ പ്രശ്നങ്ങൾ, മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പം സ്ട്രെസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സർ ഉണ്ടാകുക, സ്ട്രെസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ടാകുക, ആ സ്ട്രെസ് ഉണ്ടാകുന്ന റിയാക്ഷൻ ടു സ്ട്രെസ് നമ്മൾ അതിന് പ്രതികരിക്കുക. ആ പ്രതികരിക്കുന്നത് കൊണ്ട് വെയർ ആൻഡ് ടയർ, നമ്മുടെ ശരീരത്തിനും ഓർഗനും കുറച്ച് തേയ്മാനങ്ങൾ കുറച്ച് വരും. ചിലപ്പോൾ ഹോർമോൺ ചേഞ്ച് ചെയ്യാം, ചിലപ്പം ബ്ലഡ് പ്രഷർ കൂടാം, ചിലപ്പം ഗ്ലൂക്കോസ് ലെവൽ കൂടാം, ഗ്ലൂക്കോസുകൾ കൂടാം, ഇങ്ങനെയൊക്കെ വരുന്നു. അപ്പോൾ അത് ഓർഗനെ നമ്മൾ ബാധിക്കുന്നു. ദെൻ അത് വരുമ്പോഴത്തെ ആ റെഡ്യൂസ് ഓപ്റ്റിമൽ ഹെൽത്ത്, അത് ഹെൽത്തിനെ നമ്മൾ ബാധിക്കുക. ആ ഹെൽത്തിനെ ബാധിക്കുമ്പം വീണ്ടും നമുക്ക് ഇൻക്രീസ് സെൻസിറ്റിവിറ്റി ടു സ്ട്രെസ് കൂട്ടാനുള്ള സാഹചര്യം നമുക്ക്. അപ്പം അടുത്ത സാഹചര്യം നമുക്ക് വീണ്ടും സ്ട്രെസ് കൂടും. ദിസ് കോൾഡ് സ്ട്രെസ് സൈക്കിൾ. അപ്പം ആദ്യം ഒരു സ്ട്രെസ് ഉണ്ടാകുക, ആ സ്ട്രെസ്സിൻ്റെ സിറ്റുവേഷനിൽ നമ്മൾ റിയാക്ഷൻ ഫോം ചെയ്യുക, സ്ട്രെസ്സിന് റിയാക്ട് ചെയ്യുക. അപ്പോൾ ആ റിയാക്ട് ചെയ്യുമ്പോൾ ടയർ ആൻഡ് വെയർ കുറേ ചേഞ്ചസ് നമുക്ക് ഉണ്ടാകുക. അതുകൊണ്ട് ആ ഓപ്റ്റിമൽ ഹെൽത്തിൽ നമ്മൾ ബാധിക്കുക. അപ്പം ഇൻക്രീസ് സെൻസിറ്റിവിറ്റി കൂടും. അപ്പം അടുത്ത പ്രാവശ്യം സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടാണ്. ദിസ് കോൾഡ് സ്ട്രെസ് സൈക്കിൾ. ഈ സ്ട്രെസ് സൈക്കിൾ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് എപ്പോഴും നമ്മൾ ചോദിക്കുന്നതാണ്. നിങ്ങളെ പ്രിന്റ് നോട്ടിനകത്തില്ല, പക്ഷെ നമ്മൾ കൂടുതൽ റെഫർ ചെയ്യുമ്പോഴാണ് നമ്മൾ കാണുന്നത് സ്ട്രെസ് സൈക്കിൾ. ദെൻ
ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം ഓർ ഗ്യാസ്. ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഒരു അലാം സ്റ്റേജ് ഉണ്ടാകും. ഈ അലാം സ്റ്റേജ് എന്ന് വെച്ചാൽ ഒരു സ്ട്രെസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ നമ്മുടെ ബോഡി അതിനെ പ്രതികരിക്കാനായിട്ട് തയ്യാറാകും. മേ ബി നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടാം, നമ്മൾ ബ്ലഡ് പ്രഷർ കൂടാം, നമുക്ക് ഗ്ലൂക്കോസ് ലെവൽ കൂടാം കുറയാം, ഇതൊക്കെ ഞാൻ ദാറ്റ് ഇസ് കോൾഡ് അലാം സ്റ്റേജ്. അതായത് ഒരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ആ സ്ട്രെസ്സിന്റെ ഇൻഫർമേഷൻ ദർ ഇസ് എ സ്ട്രെസ് എന്ന് നമുക്ക് പറയാം. ദെൻ വി വിൽ ട്രൈ ടു റെസിസ്റ്റ്. അതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ആ റെസിസ്റ്റ് ചെയ്തു വെച്ചാൽ ഒന്നെങ്കിൽ നമുക്ക് അതുമായിട്ട് കോപ്പി ചെയ്യാം. യൂഷ്വലി നമ്മൾ റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രെസ്സുമായിട്ട് നമ്മൾ കൂടി ചേരാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. ആ സ്പെസിഫിക് സ്ട്രെസ്സറുമായിട്ട് നമ്മൾ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൂടുന്നില്ലെങ്കിൽ നമ്മൾ ദർ ഇസ് എ റിയാക്ഷൻ ദാറ്റ് ഇസ് കോൾഡ് എക്സോഷൻ. സൈക്കോളജിക്കൽ ബ്രേക്ക് ഡൗൺ ബിഗിൻസ്. അവിടെയാണ് ചെയ്യുന്നത്. ദിസ് ഇസ് കോൾഡ് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം ഓർ ഗ്യാസ്. അപ്പം ആദ്യം ഒരു അലാം സ്റ്റേജ് ഉണ്ട്. അത് 3 കമ്പോണന്റ് ആണ്, 3 ഭാഗങ്ങളാണ് ഗ്യാസിനകത്ത് ഉണ്ടാകുന്നത്. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലാം സ്റ്റേജ്, ബോഡി പ്രിപ്പയർ ഫോർ ആക്ഷൻ. അത് കഴിഞ്ഞ് റെസിസ്റ്റൻസ് ചെയ്യുന്ന സ്റ്റേജ്, അതിനെ നമ്മൾ ഓവർകം ചെയ്യുന്ന സ്റ്റേജ്, അല്ലെങ്കിൽ അതിനെ കോപ്പി ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന സ്റ്റേജ്. ദെൻ സൈക്കോളജിക്കൽ ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള സ്റ്റേജ്, അല്ലെങ്കിൽ അതാണ് സ്ട്രെസ്സിന്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. അത് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം എന്ന് പറയുന്നതാണ് ഗ്യാസ് എന്ന് പറയുന്നത്. പിന്നെ സ്ട്രെസ് മാനേജ്മെന്റ്. സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രെസ്സുമായിട്ട് എങ്ങനെ കോപ്പി ചെയ്ത് വെക്കാം, ജീവിക്കാം. അതാണ് സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കോപ്പിംഗ് വിത്ത് സ്ട്രെസ്. സ്ട്രെസ് മാനേജ്മെന്റ് കോപ്പിംഗ് വിത്ത് സ്ട്രെസ് ആണ്. ഞാൻ എടുത്തതാണ്, എന്നാലും ഇന്നലെ ഞാൻ പറയുന്നത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ കോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ റെസ്പോൺസിന്, ശരീരത്തിനും മാനസികവുമായിട്ട് ആ നെഗറ്റീവ് സിറ്റുവേഷനുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യുന്ന ഒരു അവസ്ഥ. ആ നെഗറ്റീവ് ഈവന്റിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു, അല്ലെ അതുമായിട്ട് എങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും, അതിനെയാണ് നമ്മൾ പറയുന്നത് കോപ്പിംഗ് സ്ട്രാറ്റജി ഓർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആക്ച്വലി സ്ട്രെസ്സിനെ കോപ്പിംഗ് ആണ് ചെയ്യുന്നത്. സ്ട്രെസ്സുമായിട്ട് നമ്മൾ ചേർന്ന് ജീവിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഉള്ളത് ഗോൾസ് ഓഫ് കോപ്പിംഗ്. എന്താണ് നമ്മൾ കോപ്പിംഗ് ചെയ്യാനെന്ന്. ഈ ഗോൾസ്, അതായത് കോപ്പിങ്ങിന്റെ ഗോൾ, അതിന്റെ ലക്ഷ്യം എന്തൊക്കെയാണ്? നെഗറ്റീവായിട്ടുള്ള എൻവോൺമെന്റ് സിറ്റുവേഷനിൽ നമ്മൾ രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവായിട്ട് സ്ട്രെസ് ബാധിക്കുമ്പോൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു ലക്ഷ്യമാണ്. ആദ്യത്തെ അതിൻ്റെ ലക്ഷ്യം നമ്മൾ കോപ്പി ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ നെഗറ്റീവ് പോസിബിലിറ്റി നെഗറ്റീവ് എന്നുള്ളത് അത് പോസിറ്റീവ് ആക്കുക, അല്ലെങ്കിൽ ആ നെഗറ്റിവിസം കുറയ്ക്കുക. അത് സ്ട്രെസ് നമ്മളിൽ ഉണ്ടാക്കുന്നതായ മാനസിക അവസ്ഥയുടെ ആ അവസ്ഥയിൽ നിന്ന് പോസിറ്റീവ് ആയിട്ട് മാറ്റുക. അതാണ് നമ്മൾ ആദ്യത്തെ ഗോള്. സെക്കൻഡ് ഗോള് ടു ബി ഏബിൾ ടു അഡ്ജസ്റ്റ് ദ നെഗറ്റീവ് സിറ്റുവേഷൻ. ഒന്നുകിൽ ആ സാഹചര്യത്തിൻ്റെ കുറയ്ക്കുക, അല്ലെങ്കിൽ ആ സാഹചര്യത്തെ ചേർന്ന് ജീവിക്കുക. അപ്പോൾ സ്ട്രെസ് ഉണ്ടാക്കുന്ന സാഹചര്യത്തിൻ്റെ നെഗറ്റിവിറ്റി കുറയ്ക്കുക, അല്ലെങ്കിൽ ആ നെഗറ്റീവ് സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. മൂന്നാമത്തെ സെൽഫ് ഇമേജ്, ദാറ്റ് ഇസ് പോസിറ്റീവ് ആൻഡ് മെയിൻറ്റെയിൻ ഇമോഷണൽ ബാലൻസ്. അതായത് സെൽഫ് ഇമേജ് കൂട്ടുക. സ്ട്രെസ് ഉണ്ടെങ്കിൽ സെൽഫ് ഇമേജ് കൂട്ടുക. എന്നുവെച്ചാൽ സെൽഫ് ഇമേജ് കുറയുമ്പോഴാണ് സ്ട്രെസ് കൂടുന്നത്. സ്ട്രെസ് കൂടുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള നമ്മുടേതായ ചിന്താഗതി നമുക്ക് കുറയും. അപ്പം അത് കുറയുക. പിന്നെ ഇമോഷണൽ ബാലൻസ് ചെയ്യുക. വൈകാരികമായിട്ട് നമ്മളത് ബാലൻസ് ചെയ്ത് ജീവിക്കുക. നാലാമത്തെ കാര്യം ടു എൻഷുർ പോസിറ്റീവ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. അപ്പം നമ്മൾ സ്ട്രെസ് കൂടുമ്പം, അത് ആദ്യം പറഞ്ഞു, സ്ട്രെസ് കൂടുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിന് നെഗറ്റീവായിട്ട് ബാധിക്കും. ആ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് ആ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പോസിറ്റീവായിട്ട് നമ്മൾ വെക്കുക. അഞ്ചാമത്തെ കാര്യം, അപ്പോൾ ഇതാണ് നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യുക എന്നുള്ളത്. എങ്ങനെ നമ്മൾ അടുത്ത സംഗതി ടു എൻഷുർ ദ പോസിറ്റീവ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, പ്രോ ആക്റ്റീവ് കോപ്പിംഗ് ആൻഡ് അവോയ്ഡൻസ് കോപ്പിംഗ്. എങ്ങനെയൊക്കെ നമ്മൾ ഇതിനെ ചെയ്യാം? ഒന്ന്, പ്രോ ആക്റ്റീവ് കോപ്പിംഗ് ആൻഡ് അവോയ്ഡൻസ് കോപ്പിംഗ്. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഈ പ്രോ ആക്റ്റീവ് ആൻഡ് കോപ്പിംഗ് പല സ്റ്റേജസ് ഉണ്ട്. അക്യുമുലേഷൻ ഓഫ് റിസോഴ്സസ്. ഇപ്പോൾ കോപ്പിംഗ് സ്ട്രാറ്റജി ആദ്യം പ്രോ ആക്റ്റീവ് ആൻഡ് അവോയ്ഡൻസ് കോപ്പിംഗ്. അവോയ്ഡിങ് കോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ സ്ട്രെസ് വരുന്ന സാഹചര്യത്തിൽ നേരത്തെ മുൻകൂട്ടി നമ്മൾ അതിനെ നേരിടാനായിട്ട് ശ്രമിക്കാം. അപ്പം
ആദ്യം നമ്മൾ അക്യുമുലേഷൻ ഓഫ് റിസോഴ്സ് ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. എവിടെ നിന്നാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്? എന്താണ് സ്ട്രെസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ? ഏതൊക്കെ സാഹചര്യത്തിൽ ഈ സാഹചര്യം എനിക്ക് സ്ട്രെസ് ഉണ്ടാക്കുകയോ ഇല്ലയോ? നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ റിസോഴ്സിനെ കുറിച്ച് നമ്മൾ ആദ്യം അറിയാം. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ദ പൊട്ടൻഷ്യൽ സ്ട്രെസ് ഏതൊക്കെ സ്ട്രെസ് ഉണ്ടാകും? ആദ്യം സ്ട്രെസ് ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയും. അതിനെക്കുറിച്ച് നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ആന്റിസിപ്പേറ്റിംഗ് ദ പൊട്ടൻഷ്യൽ സ്ട്രെസ് ഇത് ഇന്ന കാര്യം നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും. ഇത് രണ്ടും വരുന്നത് ഇനിഷ്യൽ അപ്രൈസൽ അതിന് നമ്മൾ വിലയിരുത്തുക മൂന്നാമത്തെ സ്റ്റേജ്. പിന്നെ നാലാമത്തെ എന്ന് വെച്ചാൽ അതിനെ കോപ്പിങ് ചെയ്യുക. ആ സാഹചര്യങ്ങളെ കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അതാണ് ഈ പ്രോ ആക്റ്റീവ് കോപ്പി എന്ന് പറയുന്നത്. ആദ്യം സ്ട്രെസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുക. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ അറിയുക. സ്ട്രെസ് ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ മുൻകൂട്ടി നമ്മൾ കാണുക, അല്ലെ അതിനെ മനസ്സിലാക്കുക. അതിനെ എങ്ങനെ നേരിടാമെന്ന് നമ്മളൊരു തീരുമാനം നമ്മൾ എടുക്കുക. അതിനെ കോപ്പി ചെയ്യാനായിട്ടുള്ള അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു ഇനിഷ്യേഷൻ എടുക്കുക. ആൻഡ് നമ്മളത് ശരിയായോ ഇല്ലയോ എന്ന് നമ്മൾ തീരുമാനമെടുക്കുക. അപ്പം നമ്മൾ ഒരു 5 സ്റ്റേജുകളാണ് പ്രോ ആക്റ്റീവ് കോപ്പിംഗ് സ്റ്റേജ് നമ്മൾ എടുക്കുക. കോപ്പിംഗ് സ്റ്റേജിൽ നമ്മൾ എടുക്കുക. ആദ്യം സ്ട്രെസ്സിനെ കോപ്പി ചെയ്യുക. സ്ട്രെസ് ഉണ്ടാകുന്ന എന്തൊക്കെയാണ് അതിൻ്റെ റിസോഴ്സസ് നമ്മൾ കേൾക്കുക. അത് കഴിഞ്ഞിട്ട് അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ഇനിഷ്യൽ അപ്രൈസൽ എങ്ങനെ അതിനെ നമുക്ക് ഓവർകം ചെയ്യാമെന്നുള്ള തീരുമാനമെടുക്കുക. അതിനെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്ന വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും യൂസിങ് ദ സെയിം ആ മെത്തേഡ് പിന്നെ നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കാം. ദിറ്റ് ഇസ് കോൾഡ് ഫസ്റ്റ് കോപ്പിംഗ് സിസ്റ്റമാണ്. പിന്നെ എമോഷണൽ ഫോക്കസ് കോപ്പിംഗ് ആണ് അടുത്തത്. വൈകാരികമായ അതായത് വലിയ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ അൺചേഞ്ചബിൾ. ഈ വൈകാരികമായ തീരുമാനമാണ് ചില സിറ്റുവേഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഒരു പ്രശ്നത്തിന് ഞാൻ ദുഃഖിതനായിരിക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നം എനിക്ക് വിഷമം ഉണ്ടാക്കുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ വൈകാരികമായ ഫോക്കസായിട്ടാണ് നമ്മൾ ചെയ്യുക. വൈകാരികമായ ഫോക്കസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ നമ്മൾ ഒരു എംപത്തറ്റിക് സിമ്പത്തറ്റിക് റിലേഷൻഷിപ്പാണ് നമ്മൾ ഉണ്ടാക്കുക. എമോഷണൽ ഫോക്കസിങ് എംപത്തറ്റിക് ആൻഡ് സിമ്പത്തറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. അപ്പം വൈകാരികമായി നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ സിറ്റുവേഷനുകളെ അതിനെ നമ്മൾ നേരിടുന്ന കൂടുതലായിട്ട് എംപത്തി സിമ്പത്തി വേയിലാണ് നമ്മൾ ആ സ്ട്രെസ്സിനെ നമ്മൾ കോപ്പ് ചെയ്യുക. പിന്നെ പ്രോബ്ലം ബേസ്ഡ് ആണ്. സെക്കൻഡ് വൺ പ്രോബ്ലം ബേസ്ഡ് ആണ്. ഈ പ്രോബ്ലം ബേസ്ഡ് സിറ്റുവേഷനാണ് ഡയറക്റ്റ് ഒരു ആക്ഷൻ നമ്മൾ എടുക്കുകയാണ്. അപ്പം എമോഷണൽ ആകുമ്പോൾ വൈകാരികമായിട്ടുള്ള ഒരു സിമ്പതി ആൻഡ് എംപത്തറ്റിക് വേ ഓഫ് ഡീലിംഗ് ആണെങ്കിൽ, പ്രോബ്ലം ബേസ്ഡ് ആണെങ്കിൽ ഡയറക്റ്റ് ആക്ഷൻ ആണ്. ഒരു പ്രോബ്ലം കണ്ടു ഉടനെ അതിനെ നേരിടാനായിട്ടുള്ള ഒരു ആക്ഷൻ നമ്മൾ പെട്ടെന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് എമോഷണൽ ബേസും പ്രോബ്ലം ബേസും സ്ട്രെസ്സിനെ കോപ്പി എന്ന് പറയുന്നത്. അപ്പം ഒരു സ്ട്രെസ് എമോഷണൽ വൈകാരികമായിട്ട് എന്നെ ബാധിക്കുന്നതാണെന്ന് ഇരിക്കട്ടെ, എനിക്ക് സങ്കടം ഉണ്ടാക്കുക, സ്ട്രെസ് വരുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടാക്കുന്നതാണ്, അതെന്നെ മാനസികമായിട്ട് തീർക്കുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അഗ്രസീവ്നെസ്സിനെ എൻ്റെ എമോഷനെ നിയന്ത്രിക്കാൻ പറ്റാത്തതാകുമ്പോൾ അതിനെ നമ്മൾ സിമ്പത്തിക്കോ എംപത്തറ്റിക്കോ റിലേഷൻഷിപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഒരാൾ കരഞ്ഞുകൊണ്ട് സ്ട്രെസ് വന്നിട്ടേ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു എമോഷനാണ് നമ്മൾ കൈക്കെടുക്കുന്നത്. ആ സിമ്പത്തറ്റിക് ആയിട്ട് എമോഷൻ ഇച്ചിരി ഏസി ഒന്ന് കിട്ടുന്നത്. അപ്പോൾ സിമ്പത്തറ്റിക് ആയിട്ടുള്ള എമോഷൻസ് അത് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആള് നമ്മുടെ വൈകാരികമായിട്ട് നമ്മൾ അയാളെ നമുക്ക് കൈകാര്യം ചെയ്യും. ഇപ്പൊ പ്രോബ്ലം ബേസ്ഡ് കോപ്പിംഗ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ പ്രശ്നം ഇപ്പോൾ ഉണ്ടായി, ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടാകുകയാണ്. എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, ഇപ്പൊ നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ഒരു പ്രോബ്ലം ബേസ്ഡ് ആണ്. അപ്പോൾ അതിന് ഡയറക്റ്റ് ആക്ഷൻ ആണ്. ആ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഡയറക്റ്റ് ആക്ഷൻ ഉണ്ടാകും. അതാണ് പ്രോബ്ലം ബേസ്ഡ് എന്ന് പറയുന്നത്. അപ്പം പ്രോബ്ലത്തെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു സംഗതിയാണ് പ്രോബ്ലം ബേസ്ഡ്. അപ്പം 2 രീതിയിലാണ് നമ്മൾ സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യുക. ഒന്ന് വൈകാരികമായി, ഒന്ന് ഇതായി. പിന്നെ അവോയ്ഡൻസ് കോപ്പിംഗ് ബിഹേവിയർ. ഈ അവോയ്ഡൻസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആയിട്ടുള്ള സ്ട്രെസ്സിനെയാണ്. അപ്പം ഷോർട്ട് ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സംഗതി ഉണ്ടാകുന്നു, എനിക്ക് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടാക്കുന്ന ഒരാൾ ഞാൻ വരുന്നു, ആ ആള് വരുമ്പോൾ എനിക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ്, ഞാൻ അയാളെ അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാകും, എനിക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത് ലോങ് ടേം നമുക്ക് വെക്കാൻ പറ്റുകയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് അവിടെ നോക്കി. പക്ഷെ എന്നാൽ ഒരു പരീക്ഷ ഉണ്ടാകുന്നിരിക്കട്ടെ, ആ പരീക്ഷ എഴുതുമ്പം ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ നമുക്ക് ലോങ് ടൈം ആയതുകൊണ്ട് നമുക്ക് അതിനെ ഡീൽ ചെയ്യാൻ പറ്റില്ല. പരീക്ഷ ഇപ്പം ഞാൻ എഴുതാതെ മാറി എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇതിനെ ഒരു ഷോർട്ട് ടൈം ആയിരിക്കണം, ഡയറക്റ്റ് ആക്ഷൻ റെസ്പോണ്ട് പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ആ സിറ്റുവേഷനെ നമുക്ക് ഒഴിവാക്കാം. എനിക്കൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സ്ട്രെസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ടാകും, ആ സിറ്റുവേഷനെ ഞാൻ ഒഴിവാക്കുക. അപ്പോൾ പ്രോബ്ലം ബേസ്ഡ് എന്ന് പറയുമ്പോൾ പ്രോബ്ലത്തെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിനുള്ള ആക്ഷൻ എടുക്കുകയും അവോയ്ഡൻസ് കോപ്പിംഗ് സ്ട്രാറ്റജി പെട്ടെന്ന് ഒരു സിറ്റുവേഷനിൽ ഡീൽ ചെയ്യുന്നതാണ്.
അപ്പം 3 രീതിയിലാണ് നമ്മള് എമോഷൻ നമ്മള് സ്ട്രെസ്സിനെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഒന്ന് എമോഷണൽ ബേസ്ഡ്, ഒന്ന് പ്രോബ്ലം ബേസ്ഡ്, ദെൻ അവോയ്ഡൻസ് കോപ്പിംഗ് ബിഹേവിയർ. ദെൻ ഈ അവോയ്ഡിങ് കോപ്പിംഗ് സിറ്റുവേഷനിൽ നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ നമ്മൾ ഓവർകം ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ ഇൻഫർമേഷൻ സീക്കിംഗ് ആണ്. അപ്പം എമോഷണൽ ബേസ് ആയിട്ട് നമുക്കൊരു സ്ട്രെസ്സിനെ നമുക്ക് നേരിടാം, പ്രോബ്ലം ബേസ് നമുക്ക്, പിന്നെ ഏതൊക്കെ കോപ്പിംഗ് ആണ്. ഫസ്റ്റ് അവോയ്ഡൻസ് കോപ്പിംഗ് ബിഹേവിയർ ഒഴിവാക്കുക. പിന്നെ നമുക്ക് സ്ട്രെസ്സിനെ നേരിടാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ സീക്കിംഗ്. നമ്മൾ ആൾക്കാരോട് ചോദിക്കുക, എങ്ങനെയൊക്കെയാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒഴിവാക്കാവുന്നത്, ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ എങ്ങനെയുണ്ട്, അല്ലെ നിങ്ങളിത് എങ്ങനെ ചെയ്തു എന്നുള്ളതിനെ നമുക്ക് ചെയ്യാം. അടുത്തത് വെച്ചാൽ സീക്ക് സപ്പോർട്ടാണ്. മറ്റുള്ളവരുടെ സഹായങ്ങൾ, ആരെങ്കിലും നമുക്ക് അതിനെ ആ സ്ട്രെസ്സിനെ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന, ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനെ നമുക്ക് നേരിടാൻ പറ്റാതെ സപ്പോർട്ട് നമ്മൾ സ്വീകരിക്കാം. ദെൻ ഇൻഹിബിഷൻ ഓഫ് ആക്ഷൻ. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് ഇനി ഒഴിവാകുക, ഒന്നും ചെയ്യാതിരിക്കുക. അതൊരു നെഗറ്റീവാണ്. എന്നാലും നമ്മൾ ഒരു സ്ഥലത്ത് സ്ട്രെസ്സിനെ ഒഴിവാക്കാൻ പറ്റും. എനിക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ട്, ഞാൻ ചെയ്യുന്നില്ല, ഞാനത് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഞാനതിൽ ഒഴിവാക്കി, ഞാൻ അങ്ങോട്ട് പോകുന്നേ ഇല്ല. അത് ഒരു നെഗറ്റീവാണ്, എന്നാൽ സ്ട്രെസ്സിനെ ഒഴിവാക്കാനാണ്. ദാറ്റ് ഇൻഹിബിഷൻ ഓഫ് ആക്ഷൻ. ഒന്നും ചെയ്യാതിരിക്കുക. അപ്പം ഈ സീക്കിംഗ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻ കൂടെ നമുക്ക് വാങ്ങാം. അതായത് എനിക്കിപ്പം പരീക്ഷയ്ക്ക് ഒരു സ്ട്രെസ് ഉണ്ടാകും, എനിക്ക് സബ്ജക്റ്റ് അറിയില്ലാത്ത, എനിക്ക് പറയാം, ഒരാളുടെ അടുത്ത് ട്യൂഷൻ എടുത്തിട്ട് എനിക്ക് നേരിടാം, അല്ലെങ്കിൽ ഞാൻ ടീച്ചേഴ്സിനോട് ചോദിക്കാം, അല്ലെങ്കിൽ എനിക്ക് പ്രോബ്ലം സോൾവ് ചെയ്യണം, എനിക്കറിയില്ല, പ്രോബ്ലം ചെയ്യുന്ന ഒരാളോട് നമുക്ക് ചോദിക്കാം. അതാണ് സീക്ക് സപ്പോർട്ട്. അപ്പം സീക്ക് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ യു ക്യാൻ സീക്ക് സപ്പോർട്ട് ഫ്രം ദ എക്സ്പെർട്ട് ഓൾസോ. അത് അറിയാവുന്ന ആൾക്കാരോടും ചെയ്യാം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുള്ള ആൾക്കാരോട് നമുക്ക് ഒരു എക്സാമ്പിൾ. ഇപ്പം ഞാൻ നാളെ ഒരു ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ്, സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണ്. അപ്പൊ സ്ട്രെസ് നമുക്ക് ഇതിനു മുമ്പ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരോട് നമുക്ക് ചോദിക്കാം, ഒരു എക്സ്പീരിയൻസ് ഉള്ളത്, ഇതെങ്ങനെയാണ്, ഈ കാര്യത്തെ എങ്ങനെ നേരിടാം, അല്ല അവിടെ എങ്ങനെ നടക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം, നമ്മുടെ വീട്ടിൽ ഒരു രോഗം വന്നിരിക്കട്ടെ, എനിക്ക് അതെങ്ങനെയാണ് നേരിടാം. അപ്പം നമ്മൾ ഡോക്ടർമാരെടുക്കുന്ന എക്സ്പേർട്ടിനോട് നമുക്ക് ചോദിക്കാം. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഓരോ കാര്യം സ്ട്രെസ്സിനെ നമ്മൾ കോപ്പി ചെയ്യുന്നത്. അപ്പം എമോഷണൽ ബേസ്ഡ് ഉണ്ട്, പ്രോബ്ലം ബേസ്ഡ് ഉണ്ട്, അവോയ്ഡൻസ് കോപ്പിംഗ് ഉണ്ട്, ഡയറക്റ്റ് ആക്ഷൻ റെസ്പോൺസ്. പെട്ടെന്ന് നമ്മൾ അതിന് അപ്പം തന്നെ നമ്മൾ നേരിടുക. അത് സാധാരണ എഴുതി ഷോർട്ട് ടേം ഇതുണ്ടാകുമ്പോൾ, ത്രെറ്റ്സ് ഉണ്ടാകുമ്പോഴുണ്ടാകും ഡയറക്റ്റ് ആക്ഷൻ നമ്മൾ റെസ്പോണ്ട്. അപ്പം തന്നെ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ഇൻഫർമേഷൻ സീക്കിങ്, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് നമ്മൾ മുൻകൂട്ടി അന്വേഷിച്ച് ഇതെന്താണ് ഇതുണ്ടാകുന്നത്, ആ സാഹചര്യങ്ങൾ. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാം, റേഡിയോ അല്ലെങ്കിൽ ഒരു TV പ്രോഗ്രാം പങ്കെടുക്കാം. അവിടെ നമുക്കറിയില്ല ഇതെങ്ങനെ ചെയ്യുന്നത്, നമുക്കറിയില്ല. അപ്പം നമുക്ക് അവിടെ പോയിട്ടുള്ള ആൾക്കാരോട് ചോദിക്കും, ഇതെങ്ങനെ ചെയ്യുന്നത്, ഇതെന്താണ്, ഇൻഫർമേഷൻ നമ്മൾ സീക്ക് ചെയ്യുന്നു. അപ്പം നമ്മൾ കയറുമ്പോഴത്തെ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുകയില്ല. അപ്പോൾ ഒരു അറിയാവുന്ന ഒരു ഒരു നമ്മൾ പരീക്ഷ എഴുതാൻ പോകും, ഒന്നുകൂടെ പറയും, പരീക്ഷ എഴുതാൻ പോകും, നമ്മൾ അറിയാവുന്ന ആൾക്കാരുടെ നമ്മൾ ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി. അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്യണം, പ്രോജക്റ്റ് ചെയ്യുമ്പോൾ സ്ട്രെസ് ഉണ്ടാകും, അപ്പോൾ ഇതിനു മുമ്പ് പ്രോജക്റ്റ് ചെയ്ത ആൾക്കാരോട് നമുക്ക് ചോദിക്കാം, ഇതെങ്ങനെയാണ്. അല്ലെങ്കിൽ ഇൻഹിബിഷൻ ഓഫ് ആക്ഷൻ, ഒന്നും ചെയ്യാതിരിക്കാം. അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കോപ്പിംഗ് സ്ട്രാറ്റജിയാണ് സ്ട്രെസ്സിനെ സംബന്ധിച്ചിടത്തോളം. ഇത് എങ്ങനെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാം, അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. എങ്ങനെയാണ് സ്ട്രെസ്സിനെ നമ്മൾ മാനേജ് ചെയ്യുക. അതായത് ഞാൻ ഇതൊക്കെ പറഞ്ഞതുണ്ട്, പ്രോബ്ലം ബേസ്ഡ് കോപ്പിംഗ് സ്ട്രാറ്റജി ഉണ്ട്, എമോഷൻ ബേസ്ഡ് ഉണ്ട്, അവോയ്ഡൻസ് ഉണ്ട്, സീക്കിംഗ് സപ്പോർട്ടാണ്, ഇൻഹാബിറ്റേഷൻ, നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതാണ്. ഇനി എന്തൊക്കെ മെത്തേഡ്സ് നമ്മൾ സ്ട്രെസ്സിന് ഉപയോഗിക്കാം. ഫസ്റ്റ് വൺ ഇസ് റിലാക്സേഷൻ ടെക്നിക്സ്. റിലാക്സേഷൻ ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള റിലാക്സേഷൻ തരം, ജേക്കബ്സൺ റിലാക്സേഷൻ ടെക്നിക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ റിലാക്സേഷൻ ടെക്നിക്സ് ഫുൾ ബോഡി നമുക്ക് റിലാക്സ് ചെയ്യാം, ഫുൾ ബോഡി നമ്മൾ റിലാക്സ് ചെയ്യാം. അതായത് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനോട് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് റിലാക്സ് 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 ഓർ ഡീപ് ബ്രീത്തിങ് ടെക്നിക്സ്. നല്ലൊരു ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് പുറത്തേക്ക് വിടുക. അതൊരു ടെക്നിക്കാണ്, റിലാക്സേഷൻ ടെക്നിക്കാണ്. അതല്ലെങ്കിൽ വെറുതെ കണ്ണടച്ചിരുന്ന് നമ്മൾ യാതൊരു ചിന്തയും ഇല്ലാതെ നമ്മൾ ഇരിക്കുന്ന ഒരു അവസ്ഥ, റിലാക്സേഷൻ. പക്ഷേ പ്രോഗ്രസീവ് റിലാക്സേഷൻ ടെക്നിക്കാണ് സാറ് നമ്മൾ പറയുന്നത്. അത് ഓരോ മസിലിനും നമ്മൾ ടെൻഷൻ കൊടുക്കുക, സ്ട്രെസ് കൊടുക്കുക, റിലാക്സ് ചെയ്യുക. നമ്മുടെ കൈ വിരലുകൾ നമ്മൾ മടക്കുക, അത് നമ്മൾ നിവർത്തുക, മസിൽസ് നമ്മൾ ടൈറ്റ് ആക്കുക, റിലാക്സ് ചെയ്യുക. തല അങ്ങോട്ടും ഇങ്ങോട്ടാക്കി ഞരമ്പിൽ നമ്മുടെ പെടലിക്ക് നമ്മൾ കൊടുക്കുക, കണ്ണടച്ചിരിക്കുക, നമ്മൾ റിലാക്സ് ചെയ്യുക. അങ്ങനെ മസിൽസിന്റെ ശരീരത്തിന്റെ ഓരോ മാംസപേശികൾക്കും നമ്മൾ നല്ലപോലെ ബലം കൊടുത്ത് നമ്മൾ റിലാക്സ് ചെയ്തിട്ട് നമ്മൾ തന്നെ ബോഡി റിലാക്സ് ചെയ്യും. ദാറ്റ് ഇസ് എ ജേക്കബ്സൺ റിലാക്സേഷൻ, പ്രോഗ്രസീവ് ജേക്കബ്സൺ റിലാക്സേഷൻ. കാല് മുതൽ
തലവരെയുള്ള എല്ലാ മാംസപേശികളും നമ്മൾ ടൈറ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത് നമ്മൾ ഇരിക്കുക. ദാറ്റ് ഇസ് എ റിലാക്സേഷൻ ടെക്നിക്സ്. നെക്സ്റ്റ് വൺ, മെഡിറ്റേഷൻ. പല തരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന് അവിടെ പോയി പൂജ കഴിക്കുന്ന അതൊന്നുമല്ല മെഡിറ്റേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒന്ന് ചാൻറ്റിങ് ഒരു മെഡിറ്റേഷനാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യാം, വെറുതെ ഇരിക്കുന്ന നമുക്കൊരു മെഡിറ്റേഷൻ, ബ്രീത്തിങ് നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷൻ, അത് ആ മനസ്സിനെ നമ്മൾ ഇരുത്തി പല രീതിയിലുള്ള നമ്മൾ കർമ്മം നമ്മൾ ജോലിയിലും ഇതിലാകാം. അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ റിലാക്സേഷൻ ചെയ്യുക. അത് നമ്മൾ കർമ്മം ചെയ്ത കർമ്മത്തിലൂടെ നമ്മൾ റിലാക്സ് ആക്കാം. മെഡിറ്റേഷൻ കൂടുതൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇന്റേണൽ പീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു മനസ്സിന്റെ ആന്തരികമായ റിലാക്സേഷൻ ടെക്നിക്സ് ആണ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുക. ആ മെഡിറ്റേഷൻ പല രീതിയിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ഓരോ രീതിയിൽ ഉള്ള മെഡിറ്റേഷൻ്റെ കർമ്മ നമ്മളെ ചാൻറ്റിങ് ആയിട്ടുള്ളതുണ്ട്, വിഭാസന മെഡിറ്റേഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് പല ആൾക്കാരും പല രീതിയിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. കീർത്തനം പാടുന്നത് ഒരു മെഡിറ്റേഷൻ ആയിട്ട്, നാമം ജപിക്കുന്നത് ഒരു മെഡിറ്റേഷൻ ആയിട്ടുണ്ട്, വെറുതെ കണ്ണച്ചിരിക്കുന്നതുണ്ട്, ബ്രീത്തിങ് എടുത്ത് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ ഇരിക്കുന്ന മെഡിറ്റേഷൻ ഉണ്ട്. അപ്പോൾ പല രീതിയിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. മെഡിറ്റേഷൻ എപ്പോഴും നല്ല റിലാക്സേഷൻ കിട്ടുന്നതാണ്. ശരിക്കും നമ്മുടെ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ അത് ഇന്റേണൽ പീസാണ് നമുക്ക് കിട്ടുന്നത്, സമാധാനം, ആന്തരികമായ ഒരു സമാധാനമാണ് നമുക്ക് കിട്ടുക. പിന്നെ യോഗ എന്ന് പല യോഗകളുണ്ട്. നമ്മൾ യോഗ ആസനാസ് എന്ന് പറയുമ്പോൾ പല ആസനങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ യോഗാസനം പത്മാസനം, വീരാസനം, ഭുജംഗാസനം, ശലഭാസനം, ഹസ്താസനം, മയൂരാസനം, സർവാംഗാസനം, ഇങ്ങനെ പറഞ്ഞ പല ആസനങ്ങളുണ്ട്. വീരാസനം. അപ്പം ഓരോ ഇതിനകത്ത് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന ആസനത്തിന്, നമ്മൾ ചെയ്യുന്ന യോഗയിൽ സാധാരണ പത്മാസനമാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. പത്മരീതിയിൽ നമ്മൾ ചെയ്യുക. പിന്നെ നല്ലപോലെ ബ്രീത്ത് ചെയ്യുക. നല്ലപോലെ ബ്രീത്ത് അകത്തേക്ക് എടുത്തിട്ട് നേരെ പൊസിഷൻ ചെയ്യുന്നത് നമ്മൾ ആ ബ്രീത്ത് പുറത്തേക്ക് വിടുക. അതുപോലെ തന്നെ നല്ലപോലെ ഒരു ആസനമായ ഒരു ഇതാണ് സൂര്യ നമസ്കാരം. സൂര്യ നമസ്കാരം ചെയ്യുന്ന പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്, റിസർച്ച് നടത്തിയിട്ടുണ്ട്. സൂര്യാസനം ചെയ്യുമ്പോൾ, സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ സൂര്യ നമസ്കാരം എല്ലാ മാംസപേശികൾക്കും നല്ല റിലാക്സേഷൻ തരുന്നതായിട്ടും നല്ല ഒരു സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ട് ചെയ്യുന്നതാണ്. പല ഇൻഡസ്ട്രീസിലും പല ഇൻസ്റ്റിറ്റ്യൂഷനിലും നമ്മൾ ഈ സൂര്യ നമസ്കാരം ചെയ്യുന്നുണ്ട്. ഇപ്പം സൂര്യ നമസ്കാരം വേൾഡ് വൈഡ് ആയിട്ട് തന്നെ ഇന്ത്യ എന്നുള്ള സൂര്യ നമസ്കാരം എടുത്ത് ചെയ്യുന്നുണ്ട്. അത് പലയിടത്തും നടത്തിയിട്ട് അതിനെക്കുറിച്ചുള്ള റിസർച്ചുകൾ നടത്തിയിട്ട് സൂര്യ നമസ്കാരം റിലാക്സേഷൻ, സ്ട്രെസ്സിനെ കുറയ്ക്കാനുള്ള നല്ലൊരു ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ മൈൻഡ്ഫുൾനെസ്. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമുക്ക് തന്നെ ചെയ്ത് നോക്കാം. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് നമ്മൾ എല്ലാ ചിന്തകളെയും നമ്മൾ അടക്കി മനസ്സിന് യാതൊരു ചിന്തയും ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ മൈൻഡ്ഫുൾനെസ് ആണ്. അപ്പം ഒരു ദിവസം കുറെ നേരമെങ്കിലും നമ്മൾ യാതൊരു ചിന്തയുമില്ല, ദാറ്റ് ഇസ് അവർ ഓൺ ടൈം, നമ്മുടെ സ്വന്തം സമയമാണ് മൈൻഡ്ഫുൾനെസ്, നമ്മുടെ സ്വന്തം സമയം എന്ന് പറയുന്നത്. കാരണം ഒരു ചിന്തയും ഇല്ലാതെ വളരെ റിലാക്സ് ആയിട്ട് എല്ലാ ചിന്തകളെയും നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ അപ്പൊ എന്നിട്ട് നമ്മൾ ആ ഓരോ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അനലൈസ് ഇറ്റ്സ് കോൾഡ് മൈൻഡ്ഫുൾനെസ്. അപ്പം നമ്മൾ ഏറ്റവും ഇതായിട്ട് നമ്മൾ ചെയ്യുന്നത് മൈൻഡ്ഫുൾനെസ് ടെക്നിക്സ് തന്നെ പലപ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പോൾ സ്ട്രെസ് കുറയ്ക്കാനുള്ള റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട്, ജേക്കബ്സൺ പ്രോഗ്രസീവ് റിലാക്സേഷൻ, മെഡിറ്റേഷൻ, യോഗ, മൈൻഡ്ഫുൾനെസ്, ദെൻ ബയോഫീഡ്ബാക്ക്. ഈ ബയോഫീഡ്ബാക്ക് ഒരു സ്ട്രെസ് ഉണ്ടാകുന്ന സമയങ്ങളെ അല്ലെങ്കിൽ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ തന്നെ മനസ്സിലാക്കി നമ്മൾ നേരിടുക. അപ്പോൾ ഇത് സ്ട്രെസ് ഉണ്ടാക്കും, ആ സ്ട്രെസ് ഉണ്ടാക്കിയ സംഗതി നമ്മൾ നോക്കി, അല്ലെങ്കിൽ ഇന്ന സമയം നമുക്ക് സ്ട്രെസ് ഉണ്ടായി, ഇന്ന കാര്യം നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കി. അപ്പം നമ്മൾ അതിനെ ബയോഫീഡ്ബാക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പം നമ്മൾ എന്ത് ടെക്നിക്കാണ് എഴുതി ആ ടെക്നിക്ക് നമ്മൾ ഉപയോഗിച്ചെങ്കിൽ അത് ശരിയായെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മൾ ഉപയോഗിക്കുക. അപ്പം ബയോഫീഡ്ബാക്ക് നമ്മൾ തന്നെ അതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ചെയ്യുക. അത് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ബയോഫീഡ്ബാക്ക് ടെക്നിക്സ് പല രീതിയിൽ നമ്മൾ ചെയ്യാം. അത് ബയോഫീഡ്ബാക്ക് മെഷീൻസ് ഉണ്ട്. പിന്നെ ബയോഫീഡ്ബാക്ക് നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മൾ തന്നെ ആ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി നമ്മൾ അടുത്ത സമയം അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. പിന്നെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്, നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ മാറ്റുക. അതായത് മാനസികമായി നമ്മൾ ആ കാര്യത്തെ പെർസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്. അത് തന്നെ പറഞ്ഞു, സ്ട്രെസ് എങ്ങനെ നമ്മൾ പെർസീവ് ചെയ്യുന്നത്, അതാണ് നമ്മൾ സ്ട്രെസ് ഉണ്ടാക്കുന്നത്. ആ സ്ട്രെസ് ഉണ്ടാക്കുന്ന സംഗതി നമ്മൾ പെർസീവ് ചെയ്യുന്ന ഡിഫറെന്റ് രീതിയിൽ നമ്മൾ ചെയ്യുക. അതായത്
സംഭവിച്ചെല്ലാം നല്ലത്, സംഭവിക്കാൻ പോകുന്നൊന്നല്ല, നമ്മുടെ പെർസെപ്ഷനാണ്. അപ്പം നമുക്ക് സ്ട്രെസ് ഉണ്ടാകില്ല. നമ്മളൊരു കാര്യം ഇത് ഇന്ന കാര്യം നടന്നു, അത് വേറെ എന്തെങ്കിലും കൊണ്ടായിരിക്കാം. അതിനെ ഞാൻ ഇത് കേൾക്കും, ഇത് ചിലപ്പോൾ ഒരു നല്ലതിനായിരിക്കാം. നമ്മളേലും വഴി രാജാവിൻ്റെയും മന്ത്രിയുടെയും കഥ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. രാജാവും മന്ത്രിയും കൂടെ പോകുമ്പോൾ മന്ത്രിയുടെ രാജാവിൻ്റെ കാല് തല്ലി, കാല് 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 ഒരു കല്ലെ കൊള്ളുന്നു. രാജാവിൻ്റെ ചെറുവിരൽ മുറിഞ്ഞു പോകുന്നു. അപ്പോൾ മന്ത്രി പറയുകയാണ്, രാജാവേ, വേറെ എന്തോ വരാനിരുന്നപ്പോൾ ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം മന്ത്രിയോട് ദേഷ്യം വന്ന് മന്ത്രിയെ പിടിച്ച് രാജാവ് കിണറ്റിലിട്ടു. മന്ത്രിയെ പിടിച്ച് കിണറ്റിലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നിട്ട് രാജാവ് പോയി. അപ്പോൾ രാജാവ് നടന്നു പോയി. രാജാവിനെ കുറെ കാട്ടുജാതിക്കാർ പിടിച്ചു, മലയന്മാർ പിടിക്കും. രാജാവിന് കുരുതി കൊടുക്കാൻ വേണ്ടി കൊണ്ട് നോക്കിയപ്പോൾ രാജാവിന്റെ ചെറുവിരൽ മുറിഞ്ഞിരിക്കുന്നു, ചെറുവിരലില്ല. അപ്പം പരിപൂർണനായ ഒരാൾ മാത്രമേ ദേവിക്ക് നമ്മൾ കുരുതി കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് രാജാവിനെ വെറുതെ വിടുക. അപ്പൊ രാജാവിനെ വിട്ടു, കുരുതി കൊടുക്കാതെ വിട്ടു. അപ്പൊ രാജാവ് അപ്പോഴും ഓർത്തത് മന്ത്രി പറഞ്ഞ്, രാജാവ് ഇത് സംഭവിച്ച വേറെ എന്തെങ്കിലും നല്ലൊരു കാര്യത്തിന് വേണ്ടിയായിരിക്കും, ഇത് നല്ലതിനാന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് എ പെർസെപ്ഷൻ. അപ്പോൾ ഓടി രാജാവ് ചെന്ന് കിണറ്റിൽ ചെന്ന് മന്ത്രിയോട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാനിത് ചെയ്ത് തെറ്റായിപ്പോയി, നിങ്ങൾ പറഞ്ഞ കേൾക്കണമായിരുന്നു. അപ്പം മന്ത്രി പറഞ്ഞു, നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് ചെയ്തത്, കാരണം എന്നെ കിണറ്റിലിട്ടായിരുന്നെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, അവരെന്നെ കുരുതി കൊടുത്തേനെ. അപ്പം അതാണ് ആ കോഗ്നിറ്റീവ് റീസ്ട്രക്ചർ, നമ്മളെ കാഴ്ചപ്പാടുകൾ നമ്മൾ മാറ്റുക. അപ്പം മന്ത്രി പറഞ്ഞ എന്താ, അങ്ങ് ചെയ്ത് തെറ്റില്ല, അങ്ങ് ചെയ്ത് നല്ലൊരു കാര്യമാണ്. ദാറ്റ് ഇസ് കോൾഡ് ദ പെർസെപ്ഷൻ, റീകൺസ്ട്രക്ടിങ് ദ കോഗ്നേഷൻ. നമ്മുടെ ചിന്തകളും നമ്മുടെ വികാരങ്ങളും നമ്മളൊന്ന് മാറ്റി ചിന്തിക്കും. ദെൻ ടൈം മാനേജ്മെന്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സമയം നമ്മൾ മാനേജ് ചെയ്യുക സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഏത് കാര്യത്തിനും മുൻകൂട്ടി നമ്മൾ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുക. ഈ ടൈം മാനേജ് 24 മണിക്കൂറിന് നമ്മൾ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ്. ആക്ച്വലി ഇതൊരു ബഡ്ജറ്റിംഗ്, ഞാൻ എപ്പോഴും പറയും, ടൈം മാനേജ്മെന്റ് ഇസ് ടൈം ബഡ്ജറ്റിംഗ്. നമ്മൾ 100 രൂപ കിട്ടിയത് 10 രൂപ എങ്ങനെ സേവ് ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ആ 100 രൂപ എങ്ങനെ നമ്മളെ ഹാപ്പി ആയിട്ട് സാധിക്കുന്നു, ആ 100 രൂപ കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നടത്തുന്നു, ദാറ്റ് ഇസ് കോൾഡ് ബഡ്ജറ്റിംഗ്. അപ്പം 24 മണിക്കൂറിനെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു, അതിനെ എങ്ങനെ നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാം, ചെയ്യേണ്ട കാര്യങ്ങൾ അതേ സമയത്ത് നമ്മൾ ചെയ്യാം. അതാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം സ്ട്രെസ് മാനേജ്മെന്റിൽ റിലാക്സേഷൻ ടെക്നിക്സ്, മെഡിറ്റേഷൻ, യോഗ, മൈൻഡ്ഫുൾനെസ് ഒന്നും നമ്മൾ നോക്കണം, അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ബയോ ഫീഡ്ബാക്ക് നമുക്ക് മനസ്സിലാക്കും. കോഗ്നേറ്റീവ് റീസ്ട്രക്ചറിങ് പോലെ വളരെ എളുപ്പമാണ്. നമ്മുടെ പെർസെപ്ഷൻ ചെയ്യാൻ ടൈം മാനേജ്മെന്റ് കുറേ സ്റ്റെപ്സുകൾ നമ്മൾ നിങ്ങളുടെ പ്രിന്റഡ് നോട്ടിനകത്ത് കൊടുത്തിട്ട് നോക്കണം. ദെൻ ഫിസിക്കൽ ഇൽനെസ്. അപ്പം ഇത് ഹെൽത്ത് സൈക്കോളജി നമ്മൾ പറയുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത്, ആ സ്ട്രെസ് ഉണ്ടാകുന്ന നമ്മുടെ ശരീരത്തിന്റെ കാര്യങ്ങളാണ്. അപ്പം ഇൽനെസ് റിലേറ്റഡ് ഫുഡ്, ഡയറ്റ് ആൻഡ് ഒബിസിറ്റി. അപ്പം നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആ കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പം നമ്മുടെ ശരീരത്തിനെ പിടിച്ചു നിർത്താൻ വേണ്ടി നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് ധാരാളം ഇതുണ്ട്. നമ്മൾ ചോറ് കഴിക്കുമ്പോൾ, നമ്മൾ പഞ്ചസാര കഴിക്കുന്ന സമയത്ത്, ഗോതമ്പ് കഴിക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മൾ കൂടുതൽ വരിക. ആ കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് കൂടിയല്ല, ഒരു പരിധി വരെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബിസിറ്റിയിലേക്ക് നമുക്ക് ലീഡ് ചെയ്യും. പക്ഷെ ആവശ്യത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് വേണം. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു പരിധി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒബിസിറ്റിയിലേക്ക് നമ്മൾ മാറും. പിന്നെ ലിപ്പിഡ്സ്, അതായത് നമ്മുടെ ശരീരത്തിന് കൊഴുപ്പുകൾ. അപ്പൊ കൊഴുപ്പ് ആവശ്യമുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ കൊഴുപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ലിവറിനെ ബാധിക്കും, ഫാറ്റി ലിവറൊക്കെ ആയിട്ട് മാറും. ശരീരത്തിന് കിഡ്നിയിൽ നമുക്ക് ബാധിക്കാം, ലിവർ നമുക്ക് ബാധിക്കാം, നമുക്ക് ഹൈ കൊളസ്ട്രോൾ നമുക്കുണ്ടാകാം, നമ്മൾ ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങളുണ്ടാകും. അപ്പം ലിപ്പിഡ്സ് നമ്മൾ കുറഞ്ഞാലും കൂടിയാലും പ്രശ്നമാണ്. സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന കാർബോഹൈഡ്രേറ്റ്സിന്റെ ലെവൽ പോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ കൂടുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നത്, അവിടെ ബോഡി മാസ് ഇൻഡെക്സ് കൂടും, വണ്ണം കൂടുതൽ വരുമ്പോൾ. അപ്പോൾ ബോഡി മാക്സിന്റെ ഹൈറ്റും നമ്മുടെ വെയിറ്റും തമ്മിലുള്ള ആ ആനുപാതികതയാണ് ബോഡി മാസ് ഇൻഡെക്സ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും ഇങ്ങനെയാണ് അതിൻ്റെ ഈ കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് കൂടിയിട്ടുള്ളത്, ഫാറ്റ് നമുക്ക് കൂടിയിട്ടുള്ളത്. അപ്പം ലിപ്പിഡ്സ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്, പക്ഷെ അതിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലിവർ സിറോസിസിലേക്ക് പോകും. ദെൻ
പ്രോട്ടീൻസ് എല്ലാ പ്രോട്ടീൻസ് നമുക്ക് ആവശ്യമാണ്. പ്രോട്ടീൻസ് അടങ്ങിയ ആഹാരങ്ങൾ നമ്മളെ കടല കൂടുതൽ കഴിക്കണം, അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കണം. ഇതൊക്കെ പ്രോട്ടീൻസ് നമ്മൾ കൂട്ടാൻ പറ്റും. പക്ഷെ ഇതൊരു പരിധി വരെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോട്ടീൻസ് നെഗറ്റീവ്ലി എഫക്ട് ചെയ്യും നമ്മുടെ ഹെൽത്തിനെ. പിന്നെ നമ്മൾ വൈറ്റാമിൻസ് ആണ്. വൈറ്റാമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ. അപ്പം അതിനകത്ത് വൈറ്റമിൻ ഡി നമുക്ക് കുറവാണെങ്കിൽ നമ്മുടെ എമോഷൻസിനെ ഭയങ്കരമായിട്ട്, ബിയും അതുപോലെ തന്നെയാണ്. ഈ നമുക്ക് കുറയാനും മുടിക്കൊക്കെ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ തന്നെ സി നമുക്ക് വന്നു കഴിഞ്ഞാൽ ശരീരത്തിന്റെ കളറിന് നമുക്ക് വ്യത്യാസം ഉണ്ടാകും. മിനറൽസ്, സിങ്ക്, സോഡിയം, പൊട്ടാസ്യം, ഇങ്ങനെയുള്ള ധാതുക്കൾ, അയൺ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ അയൺ, നമ്മുടെ ബ്ലഡിനകത്ത് അയൺ കണ്ടന്റ് കൂടി, അയൺ കണ്ടന്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. അയൺ കണ്ടന്റ് കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്. അതുപോലെ തന്നെ സോഡിയം നമ്മൾ കുറഞ്ഞു നിന്നിരിക്കുക. സോഡിയം ഒരു പരിധി കൂടുതൽ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ടാകും. നമ്മുടെ മെമ്മറിയെ ബാധിക്കും. നമുക്ക് സംസാരിക്കുന്നതിനെ കുറിച്ച്, നമ്മുടെ കാര്യങ്ങൾ പറയുന്നതിനെ കുറിച്ച് നമുക്ക് പ്രശ്നം ഉണ്ടാകും. അപ്പോൾ മിനറൽസ് നമുക്ക് ആവശ്യമുണ്ട്. വൈറ്റമിൻസ്, ദെൻ മിനറൽസ്, ദെൻ ഡിറ്റർമിനൻസ്. നമ്മൾ എന്തൊക്കെയാണ് ആഹാരം നമ്മൾ കഴിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഒന്ന് നമ്മുടെ എൻവയോൺമെന്റൽ ഇൻബോൺ പ്രോസസ്സാണ്. ഡിറ്റർമിനൻസ് ഓഫ് ഇൻബോൺ പ്രോസസ്. നമ്മുടെ തലച്ചോറിന് ഓരോരുത്തരുടെ തലച്ചോറിൻ്റെ ഇതനുസരിച്ച് ആ തലച്ചോറിനകത്ത് നമ്മുടെ ആഹാരത്തിനോട്, ചില പ്രത്യേക ആഹാരത്തിനോട് നമുക്ക് പ്രതിപത്തി ഉണ്ടാകും എന്നാണ് പഠനം തെളിയിച്ചിരിക്കുന്നത്. പ്രത്യേക ആഹാരത്തിനോട് നമ്മൾ ഉണ്ടാകുക. ദെൻ എൻവയോൺമെന്റ് എഫക്ട്, ചുറ്റുപാടുകൾ. നമ്മൾ കണ്ടമാനം ആഹാരം കഴിക്കുന്ന രീതിയിൽ, നോൺ വെജിറ്റേറിയൻസ് അല്ല, നോൺ വെജിറ്റേറിയൻ കണ്ടമാനം ഫുഡ്, കണ്ടമാനം ഫാറ്റ് കൂടിയ ഫുഡ് കഴിക്കുന്നതാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ്. അപ്പൊ ചുറ്റുപാട് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ പാക്കറ്റ് ഫുഡൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ പറയുന്ന രീതിയിൽ നമുക്ക് ഫുഡ് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ പാക്കറ്റ് ഫുഡ് കിട്ടുന്നുണ്ട്, വറുത്തതും പൊരിച്ചതും കൂടുതൽ കിട്ടുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് നമ്മൾ ചെയ്യും. പിന്നെ ചില ആൾക്കാർക്ക് ഈ ബൈയിങ് എന്ന് വെച്ചാൽ മാനേജ് ആൻഡ് കൺട്രോൾ ദ ഫുഡ് ബൈയിങ് ആൻഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ്, ചിലർക്ക് ഇത് നിയന്ത്രിക്കാൻ പറ്റും. ഇത് രോഗം പോലെ കണ്ടമാനം ആഹാരം വാങ്ങിച്ച് കഴിക്കാനുള്ള, അല്ലെങ്കിൽ ഇത് നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ അത് നമുക്ക് ഉണ്ടാകുന്നു. ചിലർക്ക് എബിലിറ്റി, അതിന് കഴിവുണ്ട്. അപ്പം ഫുഡ് ഹാബിറ്റ്സ് കൂടാനായിട്ടുള്ള കാര്യം ഒന്ന് തലച്ചോറിനകത്ത് ഓൾറെഡി, പിന്നെ ചുറ്റുപാടുകൾ, പിന്നെ ചിലരുടെ പേഴ്സണൽ സ്വഭാവങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങളാണ് ആഹാരം കഴിക്കാനായിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സിനെ കൺട്രോൾ ചെയ്യുക. ഒന്ന് ഇൻബോൺ ആയിട്ടുള്ളത്, പിന്നെ ചുറ്റുപാടുകൾ, പിന്നെ ചില പേഴ്സണൽ. അപ്പൊ ചില ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ട്. ആദ്യത്തെ പിക്ക എന്ന് പറയുന്ന ഈ സ്വഭാവം എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത ഫുഡ് അല്ലാത്ത സാധനങ്ങൾ നമ്മൾ കഴിക്കുക. അതായത് ഈറ്റിംഗ് ഡിസോർഡർ ഒന്ന്, നമ്മൾ ചില കുട്ടികൾ തലമുടി എടുത്ത് കഴിക്കും, ചില നൂലെടുത്ത് കഴിക്കും, പേപ്പർ കഴിക്കുക. ഇത് ശരിക്കും ഫുഡ് ഹാബിറ്റ്സിൽ പെട്ടതല്ല. അപ്പൊ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ആഹാരമല്ലാത്ത സാധനങ്ങൾ നമ്മൾ കഴിക്കുക, അതിന് പിക്കാന്ന് നമ്മൾ പറയുന്നത്. കൂടുതലും നമ്മൾ കാണുന്ന കുട്ടികളെ സ്ട്രെസ് ഒക്കെ വരും, മുടി പിടിച്ച് കാണുന്നുണ്ട്, തലമുടി പിടിച്ച് കഴിക്കുന്ന ആൾക്കാർ കാണുന്നുണ്ട്, കുട്ടികളെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള രോമം കടിച്ച് തിന്നുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പേപ്പർ കഴിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പിക്കാന്ന് പറയുന്നത്. പിന്നെ റിമിനേഷൻ ഡിസോർഡർ, അതായത് നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് മൃഗങ്ങളെ പോലെ നമ്മളിത് രണ്ടാമത്തെ കെട്ടിയെടുത്ത് വായിട്ടി ചവച്ച്, അത് കുറച്ച് ആഹാരത്തിന് ശേഷം വീണ്ടും അത് തകർത്തി പുറത്തേക്ക് ഇടുക, അത് ചവയ്ക്കുക, അത് ഇറക്കുക. അത് ചില അവോയ്ഡൻസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ഫുഡ് ഇൻടേക്ക് ഡിസോർഡർ. ചില ഫുഡുകൾ കഴിക്കില്ല, അത് മെയിൻ വണ്ണം വെക്കുമെന്ന് വെച്ചിട്ടുണ്ട്, ഇത് ഞാൻ കഴിക്കില്ല, അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ ഞാൻ ഇത്രയേ കഴിക്കുള്ളൂ. ചില ഒരു ഇഡ്ഡലി കഴിക്കുക, അല്ലെങ്കിൽ ഞാൻ ഒരു ചപ്പാത്തി കഴിക്കുള്ളൂ, ഞാൻ മധുരം ഒന്നും കഴിക്കില്ല. അപ്പം ഇത് വണ്ണം വെക്കുമെന്നുള്ളത് കൊണ്ട് ഈ ചിലര് ഒരു നേരം ആഹാരം കഴിക്കുള്ളൂ, കൺട്രോൾ ചെയ്യുകയാണ് ഫുഡ് ഇൻടേക്ക്. ഇങ്ങനെയുള്ള ഡിസോർഡർ ഉണ്ട്. ആവശ്യത്തിനുള്ള ഫുഡ് കഴിക്കാതിരുന്ന് വണ്ണം കുറയ്ക്കുന്ന രോഗമാണ് അവോയ്ഡിങ് റെസ്ട്രിക്റ്റീവ് ഫുഡ് ഇൻടേക്ക്. അനോറക്സിയ നെർവസ, വണ്ണം വെക്കുമെന്ന് വെച്ചാൽ ആഹാരം കഴിക്കാതിരിക്കുക. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാകുക, വൊമിറ്റിംഗ് പോലെ ഉണ്ടാകുക. ദാറ്റ് ഈസ് വണ്ണം വെക്കുമെന്ന് വെച്ചിട്ട് ഫുഡ് കുറയ്ക്കുക, ഫുഡ് കഴിക്കാതിരിക്കുക, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വൊമിറ്റ് ചെയ്യുക, കഴിഞ്ഞ പ്രശ്നങ്ങളുണ്ടാകും. ദാറ്റ് ഈസ് കോൾഡ് അനോറക്സിയ നെർവസ. പിന്നെ ബുൾമിയ നെർവോസ എന്ന് വെച്ചാൽ ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് ഇൻഡ്യൂസ്ഡ് ആയിട്ട് അത് വിരലൊക്കെ വായിലിട്ടിട്ട് ശ്രദ്ധിച്ച് കളയുക, വണ്ണം വെക്കാതിരിക്കാൻ വേണ്ടി. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ശ്രദ്ധിച്ച് കളയുക. അപ്പം മിക്കാന്ന് പറഞ്ഞാൽ ആവശ്യം ഫുഡ് ഐറ്റംസ് അല്ലാത്തത് കഴിക്കുക,
റുമേനിയ എന്ന് പറഞ്ഞാൽ നമ്മൾ വയറ്റിൽ കിടക്കുന്നത് വീണ്ടും നമ്മൾ എടുത്തിട്ട് നമ്മളത് ഇത് ചെയ്ത് കഴിക്കുക. പിന്നെ ഫുഡ് ഇൻടേക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കുക. ദെൻ അനോറോക്സ് ആൻഡ് നെർവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാതിരിക്കുക. ചില വണ്ണം ഒന്നിച്ച് കഴിക്കാതിരിക്കുക. ചിലത് കഴിച്ചു കഴിഞ്ഞിട്ട് കൈ വിരലിട്ട് കഴിക്കുക. പിന്നെ ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രഷൻ കൂടുതൽ വലിച്ചുവാരി കഴിക്കുക. എന്തൊക്കെ കഴിച്ചു കഴിഞ്ഞാലും മതിയാവില്ല. എത്ര കഴിച്ചാലും ഇടയ്ക്കിടയ്ക്ക് ആഹാരം കഴിക്കും. ദാറ്റ് ഇസ് ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ. കാരണം ഡിപ്രഷനിൽ നമ്മൾ കാണുന്നതാണ്. പിന്നെ പ്രോബ്ലം റിലേറ്റഡ് ടു സെക്ഷൽ ഹെൽത്ത്. സെക്ഷലി ആദ്യത്തെ സെക്ഷൽ ഹെൽത്ത് പ്രോബ്ലം. സെക്ഷൽ ഹെൽത്ത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സെക്സ് എന്ന് പറയുന്നത് ലൈഫിൽ വളരെ ആവശ്യമുള്ള സംഗതിയാണ്. ആ സെക്സ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഹെൽത്തിനെ നമ്മൾ ബാധിക്കുക. അപ്പം ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെൽത്തി ആരോഗ്യപരമായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് എല്ലാം വേണം. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പൊ അനാരോഗ്യകരമായിട്ടുള്ള ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പം ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ കുറെ രോഗങ്ങൾ. ഒന്ന് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ആണ്. അതായത് അനാരോഗ്യകരമായ രീതിയിൽ അല്ലെങ്കിൽ അനാരോഗ്യകരമായ സന്ദർഭങ്ങളിൽ നമ്മൾ പലരുമായിട്ട് നമ്മൾ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാമെങ്കിൽ അവരിലുണ്ടാകുന്ന രോഗം നമ്മളേക്ക് വരിക. അത് ഇൻഫെക്ഷൻസ് നമ്മൾ പറയുക. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. അടുത്ത ഹ്യൂമൻ ഇമ്മ്യൂണിറ്റി വൈറസ്, HIV, എയ്ഡ്സ് ഒക്കെ വരുന്നത്. അതായത് നമ്മളിലെ ആ ഇതുള്ള HIV ഉള്ള ആൾക്കാരുമായിട്ട് എയ്ഡ്സ് ഉള്ള ആൾക്കാരുമായിട്ട് ഇത് വരുമ്പോൾ, അതായത് പ്രോപ്പർ റിലേഷൻഷിപ്പ്, അത് ഹെൽത്തി സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ലാത്ത അനാരോഗ്യകരമായ ബന്ധത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് HIV, എയ്ഡ്സ്. ദെൻ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ. അപ്പം സെക്ഷൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആ ട്രാക്റ്റിനകത്ത് ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ് സെക്ഷലി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ചില സാഹചര്യങ്ങളിൽ സെക്ഷൽ പ്രോബ്ലം ഉണ്ടാകുന്നത് മെഡിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ. ചില മെഡിസിൻസ് ചിലപ്പം സെക്സിന്റെ ഇത് കൂട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ സെക്സിന് ചില നെഗറ്റീവായിട്ട് ബാധിക്കും, ചില മെഡിസിൻസ്. അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ, വണ്ണം കൂടുക, വണ്ണം കുറയുക, നേഴ്സിന്റെ പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഞരമ്പിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളപ്പം നമ്മൾ ഹെൽത്ത് റിലേഷൻസ് പ്രശ്നം ഉണ്ടാകാം. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ആങ്സൈറ്റി, ടെൻഷൻ, ഡിപ്രഷൻ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പം സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് നമുക്ക് സെക്സിനെ ബാധിക്കാം, ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, മാനസികമായി പൊരുത്തമില്ലാത്ത ബന്ധങ്ങൾ, അതായത് സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, ഹസ്ബൻഡ് ആൻഡ് വൈഫുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ്, ഇത് സെക്സിനെ നമുക്ക് ബാധിക്കും. അപ്പം സെക്സ് കൊണ്ട് ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. HIV നമുക്ക് പകരാം. ട്രാക്ട് ഇൻഫെക്ഷൻസ് കൊണ്ട് സെക്സിന് പ്രശ്നം ഉണ്ടാകാം. മെഡിസിന് അല്ലെങ്കിൽ ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. സൈക്കോളജിക്കൽ ആയിട്ടുള്ള മാനസികമായ പ്രശ്നങ്ങൾ സെക്സിനെ ബാധിക്കാം. റിലേഷൻഷിപ്പ് സെക്സിനെ ബാധിക്കാം. എന്തൊക്കെയാണ് സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ടാകാം? ആദ്യത്തെ സെക്ഷൽ ഡിസ്ഫങ്ഷൻ എറക്ടൈൽ ഡിസോർഡർ. സാധാരണ ആണുങ്ങൾക്ക് കാണുന്ന രോഗമാണ്. ഉത്തേജനം ഉണ്ടാകാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2-3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ട് ഉത്തേജനം ഉണ്ടാകും, അല്ലെങ്കിൽ നേഴ്സിന്റെ പ്രശ്നം കൊണ്ട് ഉത്തേജനം ഉണ്ടായിരിക്കും. പിന്നെ ഒന്ന്, പല മെഡിസിൻസും നമ്മൾ കഴിക്കും, അത് ഉത്തേജനം കുറയ്ക്കാം. അപ്പം ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് വെച്ചാൽ ആണുങ്ങളിൽ ഉണ്ടാകുന്നതാണ്. സന്ദർഭത്തിൽ നമുക്ക് ജനിത അവയവം ഉത്തേജനം ഉണ്ടാകും, വീരാതിരിക്കുക. ദെൻ ഫീമെയിൽ ഓർഗാസ്മിക് ഡിസോർഡർ, അത് പെണ്ണുങ്ങൾക്ക് ഓർഗാസം എന്ന് വെച്ചാൽ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുക. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പം സുഖമുണ്ടാകാതിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പാരതമ്യത്തിൽ എത്താതിരിക്കുക, അതാണ് ഫീമെയിൽ ഓർഗാസ്മിക് ഡിസോർഡർ എന്ന് പറയുന്നത്. പിന്നെയുള്ള ഡിലേഡ് ഇജാക്കുലേഷൻ, അത് ആണുങ്ങൾക്കാണ് ഉണ്ടാകുന്നത്. ഇജാക്കുലേഷൻ ഉണ്ടാകാതിരിക്കുക ഭയങ്കരമായിട്ട്, അതായത് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലും യഥാർത്ഥത്തിൽ സെമൻ അല്ലെങ്കിൽ ശുക്ലം പുറത്തു പോകാതിരിക്കുക, അതാണ് ഡിലേഡ് ഇജാക്കുലേഷൻ. പിന്നെ എയർലി ഇജാക്കുലേഷൻ ഓർ ഇത് പ്രീമച്വർ ഇജാക്കുലേഷൻ. എയർലി ഓർ പ്രീമച്വർ ഇജാക്കുലേഷൻ, അത് ഒന്ന് സെക്സ് ആലോചിക്കുമ്പോൾ തന്നെ പോകാം, അല്ലെങ്കിൽ സെക്സിൽ ഏർപ്പെടുമ്പോൾ പോകാം, ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് പോകാം. അത് എയർലി ഓർ പ്രീമച്വർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ ജെനിറ്റോ പെൽവിക് പെയിൻ ഓർ പെനിട്രേഷൻ ഡിസോർഡർ, സാധാരണ പെണ്ണുങ്ങളിൽ കാണുന്നതാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ബന്ധപ്പെടുന്നതിന് മുമ്പ് ലിംഗം കയറ്റാൻ സാധിക്കാതെ വരിക, ലിംഗം യോനിയിലേക്ക് കയറ്റാൻ സാധിക്കും. ആ സമയത്ത് പേരുണ്ട്, അത് വൈജനസ് മെസ് എന്ന് പറയാം. ആ യോനി ഭാഗം ആവശ്യത്തിന് വികസിച്ചു കൊടുക്കാതിരിക്കുക. അത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന സൈക്കോളജിക്കലാകാം, അത് ഫിസിക്കലും ആകാം. ഫിസിക്കലാണെങ്കിൽ അത് നമുക്ക് സാധാരണഗതി ഗൈനക്കിനെ കണ്ട് മാറ്റുന്നതാണ്.
അതല്ല സൈക്കോളജിക്കലാണെങ്കിൽ റിലാക്സേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ അതിന് മെഡിസിൻസ് കഴിച്ച് നമ്മൾ മാറ്റണം. ചിലപ്പോൾ ആങ്സൈറ്റി കൊണ്ട് ചിലപ്പോൾ അതുണ്ടാകാം. പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ്, സെക്ഷൽ ഡിസ്ഓർഡർ, മെഡിസിൻ എന്തെങ്കിലും നമ്മൾ ലഹരി പദാർത്ഥങ്ങൾ ഒരു പരിധിക്കപ്പുറം നമ്മൾ ആൽക്കഹോൾ ഉപയോഗിച്ചാൽ, പരിധിക്കപ്പുറം മയക്കുമരുന്നുകൾ ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ ചില മെഡിസിൻസ് പരിധിക്കപ്പുറം ഉപയോഗിച്ചാൽ നമുക്ക് സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകാം. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന എറക്ടൈൽ ഡിസ്ഫങ്ഷൻസ്, സെക്ഷൽ പ്രോബ്ലംസ് എറക്ടൈൽ ഡിസോർഡർ ആണ്, ആണുങ്ങളിൽ കാണുന്നതാണ്. ഫീമെയിൽ ഓർഗാസ്മിക് ഡിസോർഡർ പേര് പോലെ തന്നെ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന ഓർഗാസം ഉണ്ടാകാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഡിലേഡ് ഇജാക്കുലേഷൻ ആണുങ്ങൾക്കാണ്, അത് വളരെ താമസിച്ച് നമ്മൾ ശുക്ലം വരിക എന്നുള്ളതാണ്. എയർലി ഇജാക്കുലേഷൻ, അത് വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ പ്രീമച്വർ ഇജാക്കുലേഷൻ, അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് പരിപൂർണതയിൽ എത്തുന്നതിന് മുമ്പ് ഇജാക്കുലേഷൻ, പ്രീമച്വർ ഇജാക്കുലേഷൻ. ജെനിറ്റോ പെൽവിക് പെയിൻ ഓർ പെനിട്രേഷൻ ഡിസോർഡർ എന്ന് പറയും, സാധാരണ സ്ത്രീകൾക്കാണ് ഉണ്ടാകുന്നത്. അത് ഇൻസേർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ, ഇൻസേർട്ട് ചെയ്യാനുണ്ടാകുമ്പോൾ വേദനയാണ് പെനിട്രേഷൻ എന്ന്. പിന്നെ സബ്സ്റ്റൻസ് ഓർ മെഡിക്കേഷൻ ഇൻഡ്യൂസ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ, മെഡിസിനോ ഇതോ എന്തെങ്കിലും ഉണ്ടാകുന്ന ഡിസ്ഫങ്ഷനാണ്. ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തൊക്കെയാണ് ഡിസോർഡേഴ്സ്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുക, മാനസികമായ ശാരീരികമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാകുക, മനസ്സിന് എന്തൊക്കെ ഈ സ്ട്രെസ് കൊണ്ട് മാനസികമായ എന്തെങ്കിലും ഉണ്ടാകുന്നത്, ശാരീരികമായ വേദനകൾ, ശാരീരികമായ പല വേദനകളും നമുക്കറിയാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരുന്ന ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും, അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. എന്തൊക്കെ സ്ട്രെസ് കൊണ്ട് എന്തൊക്കെ ഉണ്ടാകാം, സൈക്കാട്രിക് പ്രോബ്ലംസ് എന്തൊക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോബ്ലം എന്തൊക്കെ ഉണ്ടാക്കാം, ശാരീരികമായ പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കാം, അത് വേദനകൾ പോലുള്ളത്, നമുക്ക് അൾസർ പോലുള്ളത്, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ, ഓവർ സ്ട്രെസ് നമുക്ക് ഉണ്ടാക്കുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ക്യാൻസറുകൾ നമുക്ക് സ്ട്രെസ് കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള മാനസിക രോഗങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതാണ് നമുക്ക് ഇനി പഠിക്കുക. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്ന ക്ലാസ്സിൽ എടുക്കാം. ഈ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. അത് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. ആദ്യം നമ്മൾ പറയുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക, അതായത് സ്ട്രെസ് ഉണ്ടാകാനുള്ള, അങ്ങനെയുള്ള ആൾക്കാർക്കാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്. നമുക്ക് ടൈപ്പ് എ പേഴ്സണാലിറ്റി, ടൈപ്പ് എ പേഴ്സണാലിറ്റിയുടെ ആൾക്കാരുടെ സ്വഭാവമാണ് ഈ പറഞ്ഞത്. സ്റ്റേറ്റസ് ഓഫ് ഇൻസെക്യൂരിറ്റി, അർജൻസി ഓഫ് ടൈം, ഹൈപ്പർ അഗ്രസീവ്, ഫ്രീ ഫ്ലോട്ടിംഗ് ഡിസോസിയേറ്റ്, ഡ്രൈവ് ടുവേഴ്സ് സെൽഫ് ഡിസ്ട്രക്ഷൻ. ഇതാണ് എ ടൈപ്പ് പേഴ്സണാലിറ്റിയുടെ സ്വഭാവങ്ങൾ. ഇവർക്കാണ് സ്ട്രെസ് ഉണ്ടാകാൻ കാരണമുള്ള ഒന്ന്. ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റിക്ക് സ്ട്രെസ് ഉണ്ടാകാം. സെക്കൻഡ് ഉള്ളത് ഹോസ്റ്റിലിറ്റി, അത് പെട്ടെന്ന് ഇറിറ്റബിലിറ്റി ഉണ്ടാകുന്നുള്ള ചില ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അവർ നോർമലായിട്ട് ഹോസ്റ്റിലിറ്റി ഉള്ള സ്വഭാവം, ഇറിറ്റബിലിറ്റി ആൻഡ് ആങ്കർ എക്സ്പീരിയൻസ് ഇൻഡിവിജ്വൽ ഹു അതർവൈസ് സീം പെർഫെക്റ്റ്ലി, അവർ കാണുമ്പോൾ എല്ലാം വളരെ നോർമലായിട്ടിരിക്കുന്ന സംഗതികളായിരിക്കും. പക്ഷെ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഈ ഹോസ്റ്റിലിറ്റി എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ അഗ്രസീവാണ്. അപ്പോൾ അവരാണ് ഹോസ്റ്റിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ പെർഫെക്ഷനിസം ഉള്ള, എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് നടക്കണം എന്നുള്ള ആൾക്കാർക്ക് സ്ട്രെസ് കൂടാം. പിന്നെ പ്രൊക്കാസിനേഷൻ, കാര്യങ്ങൾ മാറ്റി വെക്കുക. ഞാൻ പറഞ്ഞ സാധനം മാറ്റി വെക്കുന്ന ആൾക്കാർക്ക് സ്ട്രെസ് നമ്മൾ വളരെ കുറവായിട്ട് പലപ്പോഴും കാണുന്നത്. കാരണം എന്താ വെച്ചാൽ, ഞങ്ങളത് മാറ്റി വെച്ചു, അവർ സ്ട്രെസ് ഉണ്ടെന്ന് പറയും. ബേസിക്കലി അവർക്കാണ് സൈക്കോളജിക്കൽ പ്രോബ്ലം ആയിട്ട് നമ്മൾ പ്രൊക്കാസിനേഷൻ. ദെൻ ലേൺ ഹെൽപ്ഫുൾനെസ്, ലേൺ പെസിമിസം. എന്നെ കൊണ്ടൊന്നിനും പറ്റിയില്ല, എന്നെ കൊണ്ടൊന്നും പറ്റിയല്ലാത്ത ആൾക്കാർക്ക്, എന്നെ കൊണ്ടൊന്നിനും പറ്റിയല്ല, എല്ലാം എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അത് തന്നെ ലേൺ ഹെൽപ്ലെസ്നെസ്, ലേൺ പെസിമിസം. ഒന്നും ശരിയാകുകയില്ല, അല്ലെ അത് ശരിയാകുകയില്ല, അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ. പിന്നെ പേഴ്സണലൈസേഷൻ, ഇങ്ങനെയുള്ള ആൾക്കാർ പേഴ്സണലൈസേഷൻ, ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും എന്നെ ബേസ് ചെയ്തിട്ട് വരുന്നത്. പിന്നെ പെർമനൻസ്, ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ എന്നൊക്കെ വെച്ചിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സ്ട്രെസ് കൂടുതലായിരിക്കും. പിന്നെ മോഡറേറ്റേഴ്സ് ഓഫ് സ്ട്രെസ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ മോഡറേറ്റ് ചെയ്ത് ഈ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്, അത് ഒന്ന് ലോക്കസ് ഓഫ് കൺട്രോൾ. ലോക്കസ് ഓഫ് കൺട്രോൾ നമ്മൾ വളരെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് എല്ലാം എന്നെ ബേസ് ചെയ്തത്. ലോക്കസ് ഓഫ് കൺട്രോൾ എന്നെ ബേസ് ചെയ്തിട്ട് കാര്യങ്ങൾ തീരുമാനം എടുക്കുന്ന അവർക്ക് സ്ട്രെസ് ഉണ്ടാകില്ല. പക്ഷെ അത് ലോക്കസ് ഓഫ് കൺട്രോൾ പുറത്തുനിന്നുള്ളതായിരിക്കും, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആകുമ്പോൾ സ്ട്രെസ് കൂടും. അതായത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ ബേസ് ചെയ്ത്, ഞാൻ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ, ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചൊരു സ്ട്രെസ് കുറയും. പക്ഷെ ആ ലോക്കസ് ഓഫ് കൺട്രോൾ പുറത്തുനിന്നാകുമ്പോൾ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആകുമ്പോൾ അത് സ്ട്രെസ് കൂട്ടും. അപ്പം ഇത് മനസ്സിലാക്കാൻ, ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ, ഒന്ന് ഇന്റേണൽ, ഒന്ന് എക്സ്റ്റേണൽ. ഇന്റേണൽ ആയിട്ടാകുമ്പോൾ ഞാൻ എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ തീരുമാനിക്കും. എനിക്ക് സ്ട്രെസ് ഉണ്ടാകും, എനിക്ക് ഒരിടത്ത് പോകണം, ഞാനൊരു സമയത്ത് ഞാനൊരു 10 മണിക്ക് പോകണമെന്ന് വിചാരിക്കും, എനിക്ക് 10:30 ആയിപ്പോയി,
എനിക്ക് പ്രശ്നമില്ല. ഞാൻ എൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിലാ. ഞാനിങ്ങനെ പോകുന്നുള്ളൂ എന്ന് എനിക്ക് തീരുമാനിക്കാം. സ്ട്രെസ് ഉണ്ടാകില്ല. പക്ഷെ അത് പുറത്തുനിന്നാണ്. വേറൊരാളെ എനിക്ക് 10 മണിക്ക് പോകണമെന്നിരിക്കില്ല. അപ്പോൾ സ്ട്രെസ് ആവും. അപ്പം ലോക്കസ് ഓഫ് കൺട്രോൾ ഇന്റേണൽ എക്സ്റ്റേണൽ ആണ്. ഇന്റേണൽ സ്ട്രെസ് കുറവായിരിക്കും. എക്സ്റ്റേണൽ സ്ട്രെസ് കൂടുതലായിരിക്കും. പിന്നെ ഹാർഡ്നെസ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചോട്ടെ. സംഭവിക്കുന്നത് അങ്ങനെ സംഭവിക്കും. എന്നെ ബാധിക്കില്ല എന്ന് വിചാരിക്കുക. അവർക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. സോഷ്യൽ സപ്പോർട്ടുള്ള ആൾക്കാർക്ക് സ്ട്രെസ് ഉണ്ടാകും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സോഷ്യൽ സപ്പോർട്ട് ഉണ്ടാകില്ല. അവർക്ക് സ്ട്രെസ് ഉണ്ടാകില്ല. പിന്നെ ഓപ്റ്റിമിസം ആൻഡ് പെസിമിസം. ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്ട്രെസ് കുറവായിരിക്കും. പെസിമിസ്റ്റിന് സ്ട്രെസ് കൂടുതലായിരിക്കും. പിന്നെ ജെൻഡർ ആൻഡ് കൾച്ചർ. സാധാരണഗതിയിൽ ജെൻഡർ അത് അങ്ങനെ നമുക്ക് പ്രത്യേകം എടുത്ത് പറയാൻ പറ്റില്ല. സാധാരണഗതിയിൽ ജെൻഡർ അത് അവരുടെ ബിഹേവിയർ അനുസരിച്ചാണ് ചെയ്യുന്നത്. കൾച്ചറും സ്ട്രെസ് കൺട്രോൾ ചെയ്യാനും ഇല്ലാത്തതും ഉള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പം ജെൻഡറും കൾച്ചറും മോഡറേറ്റേഴ്സ് ആണ് സ്ട്രെസ്സിൻ്റെ. പിന്നെ എങ്ങനെ സ്ട്രെസ് ഓഫ് എഫക്റ്റീവ് പെർഫോമൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. പെർഫോമൻസിന് ഒരു പരിധി വരെ നന്നായിരിക്കും. പ്രൊഡക്ടിവിറ്റി ഒരു പരിധി വരെ നന്നായിരിക്കും. പക്ഷെ ഒരു സ്ട്രെസ്സിന്റെ പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ട്രെസ് പെർഫോമൻസിനെയും പ്രൊഡക്ടിവിറ്റിയും ബാധിക്കും. റിലേഷൻഷിപ്പിലാണെങ്കിൽ റിലേഷൻഷിപ്പിൽ സാധാരണഗതിയിൽ സ്ട്രെസ് നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. പിന്നെ അല്ലെങ്കിൽ ആ സ്ട്രെസ് ഏത് തരത്തിലുള്ള സ്ട്രെസ്സാണ്. എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു മാരേജിന് പോകുമ്പോൾ 2 പേർക്കും സ്ട്രെസ് ഉണ്ട്. കല്യാണം കഴിക്കാൻ വന്ന പുതിയതായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ഹസ്ബൻഡും വൈഫിനും സ്ട്രെസ് ഉണ്ട്. പക്ഷെ അത് പോസിറ്റീവായിട്ട് വരും. കാരണം പോസിറ്റീവ് സ്ട്രെസ് ആണെങ്കിൽ കുഴപ്പമില്ല. നെഗറ്റീവ് സ്ട്രെസ് ആണ് ഇറ്റ് അഫക്ട് ദ റിലേഷൻഷിപ്പ്. എങ്ങനെയൊക്കെയാണ് സ്ട്രെസ് കോപ്പിംഗ് സ്ട്രാറ്റജീസ്? അതിനകത്ത് ആദ്യം സ്ട്രെസ് സൈക്കിളിനകത്ത് സ്ട്രെസ്സേഴ്സിനെ ആദ്യം അറിയുക. ആ റിയാക്ഷൻസ് ടു സ്ട്രെസ് ആണ്. റിയാക്ഷൻ സ്ട്രെസ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിന് കുറച്ച് വെയർ ആൻഡ് ടെയർ സംഭവിക്കുന്നുണ്ട്, ഓർഗന് സംഭവിക്കുന്നുണ്ട്. അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. ഹെൽത്തിനെ ബാധിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമുക്ക് സെൻസിറ്റിവിറ്റി ടു സ്ട്രെസ് കൂടുതലായിരിക്കും. ദിസ് കോൾഡ് സ്ട്രെസ് സൈക്കിൾ. അപ്പോൾ ഒരു സ്ട്രെസ് ഉണ്ടാകുക, അതിനെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതിന് ടെയർ ആൻഡ് വെയർ ഉണ്ടാകുക, സ്ട്രെസ്സിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുക, അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുക. ദെൻ ഇറ്റ് ഗോ ടു ദ അനദർ സ്ട്രെസ്. ദിസ് എ സ്ട്രെസ് സൈക്കിൾ. ഇത് ഞാൻ പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നത് നമ്മുടെ പ്രിന്റ് നോട്ടിനകത്തില്ല, നിങ്ങൾ മനസ്സിലാക്കും. സ്ട്രെസ് സൈക്കിൾ. ദെൻ ഗ്യാസ് അഡാപ്റ്റേഷൻ സിൻഡ്രോം. ഇത് 3 കമ്പോണന്റ് ആണ്. ഒന്ന് അലാം, ദാറ്റ് ഈസ് ബോഡി പ്രിപ്പയർസ് ടു ആക്ഷൻ. റെസിസ്റ്റൻസ്, അതിനെ നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് എക്സോസ് സ്റ്റേജ്, സൈക്കോളജിക്കൽ ബ്രേക്ക് ഡൗൺ ബിഗിൻസ്. അപ്പോൾ ജനറൽ അഡാപ്റ്റേഷൻ 3 കമ്പോണന്റ് ആണ്. അലാം സ്റ്റേജ് ഉണ്ട്, റെസിസ്റ്റൻസ്, എക്സോഷൻ. അലാം സ്റ്റേജ് എന്ന് വെച്ചാൽ ബോഡിക്ക് വാണിംഗ് കിട്ടി, ബോഡി അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ നിൽക്കുക. ദെൻ അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക, അതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ്, ദ ലാസ്റ്റ് സ്റ്റേജ് ഈസ് എക്സോഷൻ, സൈക്കോളജിക്കൽ ബ്രേക്ക് ഡൗൺ. ദാറ്റ് ഈസ് അവിടെയാണ് നമ്മൾ സ്ട്രെസ് തുടങ്ങുന്നത്. ദെൻ സ്ട്രെസ് മാനേജ്മെന്റ്. ഈ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാക്കാം. സ്ട്രെസ് മാനേജ്മെന്റ് സ്ട്രെസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയല്ല, ആ നെഗറ്റീവായിട്ടുണ്ടാകുന്ന ആ സംഗതിയെ, നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന സംഗതികളെ നമ്മൾ കുറച്ച് മാനസികമായിട്ടും ആ സാഹചര്യങ്ങളായിട്ട് ഒത്തുചേരുന്നതിനാണ് സ്ട്രെസ് മാനേജ്മെന്റ്. സ്ട്രെസ് ഇല്ലാതെയല്ല, ആക്ച്വലി സ്ട്രെസ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് ആണ്. അപ്പം ആദ്യത്തെ കോപ്പിംഗ് ആണ്. ഗോൾസ് ഓഫ് കോപ്പിംഗ് എന്തൊക്കെയാണ് ഈ കോപ്പിങ്ങിന് ഗോൾസ്? ആദ്യത്തെ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ എൻവയോൺമെന്റിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള സംഗതികൾ ഡിക്രീസ് ചെയ്യുക. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് സിറ്റുവേഷനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കുക. മൂന്നാമത്തേത് സെൽഫ് ഇമേജ് കൂട്ടുക. സെൽഫ് ഇമേജ് കൂട്ടി ആ പോസിറ്റീവായിട്ട് എമോഷണൽ ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യുക. നാലാമത്തേത് എൻഷുർ പോസിറ്റീവ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ഈ കാര്യത്തിന് ഈ 4 കാര്യമാണ് നമ്മൾ സ്ട്രെസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്ട്രാറ്റജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഒന്ന് പ്രോ ആക്റ്റീവ് കോപ്പിംഗ് ആണ്, അവോയ്ഡൻസ്. അതിനകത്ത് 5 സ്റ്റേജുകളാണ്. ആദ്യം നമ്മൾ എന്താണ് സ്ട്രെസ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക. സെക്കൻഡ് സ്റ്റേജ്, സ്ട്രെസ് ഉണ്ടാകുന്നതിന് നമ്മൾ മുൻകൂട്ടി കാണുക, അതിനെ നമ്മൾ വിലയിരുത്തുക, അതിനെ നമ്മൾ ഓവർകം ചെയ്യുക, സിറ്റുവേഷൻ കോപ്പി ചെയ്യുക, ദെൻ അതിന്റെ ഫീഡ്ബാക്ക് എടുക്കുക. ഈ 5 സ്റ്റേജസ് ആണ് കോപ്പിംഗ് സ്റ്റൈലാണ്, പ്രൊആക്റ്റീവ് ആൻഡ് അവോയ്ഡൻസ് കോപ്പിംഗ് സ്റ്റൈൽ. ദെൻ എമോഷണൽ ആണ്. എമോഷണൽ ഫോക്കസ് കോപ്പിംഗ് ഉണ്ട്, അതായത് അൺചേഞ്ചബിൾ സിറ്റുവേഷനെ നമ്മൾ നേരിടാനുള്ള എമോഷണൽ. ദെൻ നമ്മൾ പ്രോബ്ലം ബേസ്ഡ് ആണ്, ഒരു പ്രത്യേക പ്രശ്നത്തെ നമ്മൾ സോൾവ് ചെയ്യുക, ഡയറക്റ്റ് ആക്ഷൻ ആണ് അതിനകത്ത്. അവോയ്ഡൻസ് കോപ്പിംഗ്, അത് ഡീലിംഗ് ഷോർട്ട് ടൈം, പെട്ടെന്നുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ അതിനെ ഒഴിവാക്കുക. പിന്നെ ഇൻഫർമേഷൻ സീക്കിംഗ്, അത് ഡയറക്ഷൻ ആക്ഷൻ റെസ്പോൺസ് ഉണ്ട്, ഇൻഫർമേഷൻ സീക്കിംഗ് ഉണ്ട്, സീക്ക് സപ്പോർട്ട് ഉണ്ട്, ഇൻക്യൂബേഷൻ ഒന്നും ചെയ്യാതിരിക്കുക. ദെൻ പല ടെക്നിക്സുകളുണ്ട്, റിലാക്സേഷൻ ടെക്നിക്സ്, മെഡിറ്റേഷൻ. ഈ മറ്റുള്ള സ്ട്രാറ്റജി കൂടാതാണ് നമ്മൾ പറഞ്ഞ എമോഷണൽ ഫോക്കസ്ഡും പ്രോബ്ലം ബേസ്ഡും
ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന ചില ടെക്നിക്സുകളാണ്. മാനേജ്മെന്റ് ടെക്നിക്സ് ആണ്. ഇത് ടെക്നിക്സ് ആണ്. മറ്റേ മെത്തേഡ്സ് ആണ്. ഇത് ടെക്നിക്സ് ആണ്. റിലാക്സേഷൻ ടെക്നിക്സ്, മെഡിറ്റേഷൻ, യോഗ, മൈൻഡ്ഫുൾനെസ്, ബയോഫീഡ്ബാക്ക്, കോഗ്നേറ്റീവ് റീസ്ട്രക്ചറിങ്, കോഗ്നേറ്റീവ് പെർസെപ്ഷൻ. കോഗ്നേറ്റീവ് റീസ്ട്രക്ചറിങ് നമ്മുടെ പെർസെപ്ഷൻ നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. ദെൻ ടൈം മാനേജ്മെന്റ്, ദെൻ ഇൽനെസ് റിലേറ്റഡ് ടു ഫുഡ്, ദെൻ കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളതാണ്, ലിപ്പിഡ്സ് നമുക്ക് ആവശ്യമുള്ളതാണ്, പ്രോട്ടീൻസ് ആവശ്യം. ഇതെല്ലാം കൂടി കഴിഞ്ഞാൽ നമുക്ക് സൈക്കോളജിക്കൽ മാനസികമായ സ്ട്രെസ് ഉണ്ടാകും. ദെൻ വൈറ്റമിൻസ്, മിനറൽസ്, ദെൻ ഡിറ്റർമിനൻസ്. എന്തൊക്കെയാണ് നമ്മൾ ആഹാരം നമ്മളെ ബാധിക്കുന്നത്? ഒന്ന് ഇൻബോൺ പ്രോസസ്, ജന്മം നമ്മൾ തലച്ചോറിനകത്ത് ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾ. പിന്നെ എൻവയോൺമെന്റൽ ഫാക്ടർ, ചുറ്റുപാടുകൾ, ഫുഡിൽ അവൈലബിലിറ്റി നമ്മൾ ഫുഡ് ഉണ്ടാകും. പിന്നെ ചില പ്രത്യേക സ്വഭാവങ്ങൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ദെൻ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഏതൊക്കെയാണെന്നുള്ള പിക്ക, റിമിനേഷൻ ഡിസോർഡർ, വീണ്ടും നമ്മളെടുത്ത് അയവിറക്കി കഴിക്കുക, ചിലത് കഴിക്കാതിരിക്കുക, ചിലത് വണ്ണം വെക്കുന്ന നമ്മൾ കഴിക്കാതിരിക്കുക, വണ്ണം ബുൾമീമിയ, വണ്ണം വയറ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിച്ച് കളയുക. ദെൻ സ്ട്രെസ് ഒക്കെ വരുമ്പോൾ കൂടുതൽ നമ്മൾ കഴിക്കുക. ദെൻ സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ആണ് സെക്ഷൽ പ്രോബ്ലം. ഹെൽത്ത് സൈക്കോളജിയിൽ നമുക്ക് ഏറ്റവും സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ട്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസ്ഫങ്ഷൻസ് വരും. ഹ്യൂമൻ ഇമ്മ്യൂണിറ്റി വൈറസ്, HIV, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന രോഗങ്ങളാണ്. മാനസികമായ മെഡിസിനും കൊണ്ട് ശാരീരികമായ പ്രശ്നങ്ങളും കൊണ്ട് സെക്സിനെ നമ്മൾ ബാധിക്കുക. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ ബാധിക്കുക. റിലേഷൻഷിപ്പ് ഇഷ്യൂ നമ്മൾ സെക്സിനെ നമ്മൾ ബാധിക്കുക. എന്തൊക്കെയാണ് സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ടാകുക? ആണുങ്ങൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഡിസോർഡർ. ദെൻ ഫീമെയിൽ ഓർഗാസ്മിക് ഡിസോർഡർ. ദെൻ ഡിലേഡ് ഇജാക്കുലേഷൻ, താമസിച്ച ഇജാക്കുലേഷൻ ഉണ്ടാകുക. ദെൻ എർലി ഇജാക്കുലേഷൻ, പെട്ടെന്ന് ഇജാക്കുലേഷൻ ഉണ്ടാകുക. ദെൻ ജെനറ്റിക് പെൽവിക് ഓർ പെനിട്രേഷൻ ഡിസോർഡർ, സബ്സ്റ്റൻസ് ഓർ മെഡിക്കേഷൻ ഇൻഡ്യൂസ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ. ഇതാണ് സാധാരണഗതിയിൽ നമുക്കുണ്ടാകുന്ന സെക്ഷൽ ഡിസ്ഫങ്ഷൻസ്. ഇതിനകത്ത് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ സാധാരണ ആങ്സൈറ്റി കൊണ്ട് നമുക്കുണ്ടാകാം. ഈ ഫീമെയിൽ ഓർഗാസ്മിക് ഡിസോർഡർ പലപ്പോഴും അതിനെക്കുറിച്ച് പരിചയമില്ല, സെക്സിനെ കുറിച്ച് പരിചയമില്ലാത്തത് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. അവിടെ നമ്മൾ സെക്സ് പഠിപ്പിക്കുക, എങ്ങനെ ഓർഗാസം ഉണ്ടാകും, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ ആങ്സൈറ്റി കൊണ്ട് അങ്ങനെ ഉണ്ടാകാം, ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഡിലേഡ് ഇജാക്കുലേഷൻ ചിലർക്ക് അതിനെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ടും ചില ന്യൂറോളജിക് പ്രോബ്ലംസ് കൊണ്ടാകാം. ഏർലി ഇജാക്കുലേഷൻ കാരണം ആങ്സൈറ്റി കൊണ്ട് മാനസികമായ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാം. ഈ പെനിട്രേഷൻ ഡിസോർഡർ ആങ്സൈറ്റി കൊണ്ടാകാം, വജനസ് മസ് കൊണ്ടുണ്ടാകാം. അത് നമുക്ക് സാധാരണഗതിയിൽ റിലാക്സേഷൻ ടെക്നിക്സിലൊക്കെ നമുക്ക് മാറ്റാണ്. സബ്സ്റ്റൻസ് അബ്യൂസ് മെഡിക്കേഷനും ആ മെഡിസിൻ മാറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കാറ്. അടുത്ത ക്ലാസ് നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണ് ശാരീരികമായ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് മാനസികമായ പ്രശ്നങ്ങൾ സ്ട്രെസ് കൊണ്ടുണ്ടാകും. അതാണ് അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം അതോടുകൂടി നമ്മുടെ ഈ ക്ലാസ് തീരുന്നതാണ്. അപ്പം നമുക്ക് നാളെ ഇതേ സമയത്ത് കാണാം.